ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ഇതിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഹാലോ ആൽക്കിൻസിനെയും ഹാലോ അരീൻസിനെയും ഒരുമിച്ച് നമുക്ക് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. അതായത് ഒന്ന് ആൽക്കഹോൾസിൽ നിന്ന്, രണ്ടാമത് ഹൈഡ്രോ കാർബൺസിൽ നിന്ന്. അപ്പോൾ രണ്ട് മെയിൻ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ആൽക്കഹോളിൽ നിന്നും രണ്ട് ഹൈഡ്രോ കാർബണിൽ നിന്നും. അപ്പോൾ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാവുന്നത് എപ്പോഴും ഹാലോ ആൽക്കെയിൻസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സ് കൊണ്ടാണ് ഓരോന്നിനും ബോക്സിലിട്ടേണേ. ഇതിൽ ഓറഞ്ച് ബോക്സിലിട്ടേണതെല്ലാം ഹാലോ ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡും ഹാലോ ആൽക്കെയിൻസിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ബ്ലൂ ബോക്സിലിട്ടേണതെല്ലാം ഹാലോ അരീൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈഡ്രോ കാർബൺ പകുതി ഹാലോ ആൽക്കെയിനും പകുതി ഹാലോ അരീനായിട്ടിട്ടുണ്ട്. കാരണം എന്താ, അതിൽ പകുതി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, അതായത് ഫ്രീ റാഡിക്കൽ ഹാലജനേഷനും ഫ്രം ആൽക്കീൻസ് എന്നുള്ളതും ഹാലോ ആൽക്കീൻസ് പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. പിന്നെ അതിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും സാൻമിയോസ് റിയാക്ഷനും ഹാലോ അരീൻസ് പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പകുതി ഫ്രം ഹൈഡ്രോ കാർബൺസിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനെ ഞാൻ പകുതി ഓറഞ്ചും പകുതി ബ്ലൂ കൊണ്ടും ഡിനോട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ആൽക്കഹോൾസിൽ നിന്ന് ഉണ്ടാവുന്നതെല്ലാം നമ്മുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിലെ ഫസ്റ്റ് മെയിൻ മെത്തേഡാണ് ഫ്രം ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാവുന്നതെല്ലാം ഹാലോ ആൽക്കെയിൻസ് ആയിരിക്കും. ഇതാണ് ഓർമ്മയിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, ഈ ഒരു മൈൻഡ് മാപ്പ് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ആൽക്കഹോൾസിൽ നിന്ന് ഉണ്ടാവുന്നതെല്ലാം ഹാലോ ആൽക്കെയിൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൽക്കഹോൾസ് എന്നുള്ളത് പഠിക്കാണ്ട്, പിന്നെ ഹൈഡ്രോ കാർബണിൽ നിന്ന് പഠിക്കാണ്ട്. ഹൈഡ്രോ കാർബണിൽ പകുതി നമുക്ക് ഹാലോ ആൽക്കെയിൻസ് തരും, പകുതി ഹാലോ അരീൻസ് തരും. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഹാലോ അരീൻസും ഹാലോ ആൽക്കെയിൻസും തരാമെന്ന് നോക്കാം. അതിൽ 4 മെത്തേഡ് ഉണ്ട് ഹൈഡ്രോ കാർബൺസിൽ തന്നെ. ഒന്ന് ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ, 2 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, 3 സാൻമിയോസ് റിയാക്ഷൻ, 4 ഫ്രം ആൽക്കീൻസ്. ഇപ്പോൾ ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ എന്ന് പറയുന്നത് ഹാലോ ആൽക്കീൻസിനെ ഉണ്ടാക്കാനുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. പിന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും സാൻമിയോസ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഹാലോ അരീൻസ് ഉണ്ടാക്കാനാണ്. ഫ്രം ആൽക്കീൻസ് ഹാലോ ആൽക്കെയിൻസ് ഉണ്ടാക്കാനാണ്. ഇനി ഫ്രം ആൽക്കെയിൻസിൽ തന്നെ 2 മെത്തേഡ് ഉണ്ട്, എഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡും എഡീഷൻ ഓഫ് ഹാലജനും. ഓക്കെ, HX ആഡ് ചെയ്യുമ്പോഴും X ആഡ് ചെയ്യുമ്പോഴും കിട്ടുന്നത് നമുക്ക് ഹാലോ ആൽക്കെയിൻസ് ആണ്. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വഴിയേ അറിയാം. അപ്പോൾ ഇതാണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ഒരു കമ്പൗണ്ടിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണതെന്ന് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് വെച്ച് പഠിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് മെയിൻ ആയിട്ടുള്ള 2 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്താണ്, അതിൻ്റെ സബ് പ്രിപ്പറേഷൻസിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് തന്നെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു എല്ലാത്തിനും എല്ലാ ചാപ്റ്ററിലും ഓരോ കമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ ചെയ്താൽ എളുപ്പമായിട്ട് നമുക്ക് മനസ്സിൽ നിൽക്കും. അപ്പം കളർഫുൾ ആക്കുക ഇതിനെ. അപ്പോൾ ആൽക്കഹോൾസിൽ നിന്ന് ഉണ്ടാക്കാം, ഹൈഡ്രോ കാർബൺസിൽ നിന്ന് ഉണ്ടാക്കാം. ആൽക്കഹോൾസിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടലി കിട്ടുക ഹാലോ ആൽക്കെയിൻസിനെയാണ്. ഹൈഡ്രോ കാർബൺസിലാണെങ്കിൽ 4 വേറെ മെത്തേഡുകളുണ്ട്. അതായത് ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, സാൻമിയോസ് റിയാക്ഷൻ, ആൽക്കെയിൻസ് എന്ന്. ആൽക്കെയിൻസിൽ തന്നെ വേറെ 2 ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. മെയിൻ ആയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ അതിൽ ഫ്രീ റാഡിക്കൽ ഹാലജനേഷനും ഫ്രം ആൽക്കെയിൻസുമാണ് നമുക്ക് ഹാലോ ആൽക്കെയിൻസ് തരിക. പിന്നെ എന്താ ബാക്കി, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും സാൻമിയോസ് റിയാക്ഷനും അല്ലേ, അവിടെ നമുക്ക് ഹാലോ അരീൻസ് ആണ് തരിക. ഇനി ആൽക്കെയിൻസിൽ തന്നെ 2 മെത്തേഡ് ഉണ്ട്, എഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡും എഡീഷൻ ഓഫ് ഹാലജനും. ആൽക്കെയിൻസ് മൊത്തത്തിൽ ഹാലോ ആൽക്കെയിൻസ് ആണ് തരിക അല്ലേ. അപ്പോൾ ഈ 2 ഹാലോ ആൽക്കെയിൻസിലേ തരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി ആദ്യം തന്നെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്, എന്തെന്നൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ആദ്യത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഫ്രം ആൽക്കഹോൾസ് ആണ്. അതെന്ത് തരുന്നു, ഹാലോ ആൽക്കെയിൻസ് തരുന്നു. എങ്ങനെയാണ് നോക്കാം. ഫ്രം ആൽക്കഹോൾസ്, by the action of concentrated halogen acids on alcohols in the presence of anhydrous ZnCl2 as catalyst gives haloalkene. Okay, അതായത് ഒരു കോൺസെൻട്രേറ്റഡ് ഹാലജൻ ആസിഡ് എന്ന് പറഞ്ഞാൽ HCl, HF ഇങ്ങനത്തെ ഒക്കെ. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് CF ഫ്ലൂറിൻ ആവാം, CL ആവാം, ബ്രോമിൻ ആവാം, അയഡിൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം, ഏതൊരു ഹാലജൻ വേണമെങ്കിലും ആവാം. അപ്പോൾ ഹാലജൻ ഹൈഡ്രജൻ്റെ ഒപ്പം കൂടുമ്പോഴാണ് അതൊരു ആസിഡ് ആവുക അല്ലേ. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഹാലജൻ ആസിഡിനെ നമ്മൾ ഈ ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. ആൽക്കഹോൾസ് എന്നല്ല ഉണ്ടാക്കണം. അപ്പോൾ ആൽക്കഹോൾ പ്ലസ് ദിസ് കോൺസെൻട്രേറ്റഡ് ഹാലജൻ ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് anhydrous ZnCl2. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഏത് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണെന്നുള്ളത് എഴുതേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആൽക്കഹോൾസ് നിന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് anhydrous ZnCl2ൻ്റെ പ്രസൻസിലായിരിക്കും. അപ്പോൾ ഈ anhydrous ZnCl2ൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് എന്തിനാണ് ഈ കാറ്റലിസ്റ്റിനെ കൊണ്ടുവരണതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ടു റിമൂവ് വാട്ടർ
ഫ്രം ദിസ് കമ്പൗണ്ട്, അതർവൈസ് ബാക്ക്വേർഡ് റിയാക്ഷൻ വിൽ ടേക്ക് പ്ലേസ്. അതായത് ഇതിന്ന് വെള്ളത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻഹൈഡ്രസ് ZnCl2 എടുക്കണേ. അപ്പോൾ എൻഹൈഡ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യുക എന്നുള്ളൊക്കെ ഒരു മീനിങ് ആണ്. വാട്ടർ കണ്ടൻറ്റ് ഇല്ല, അപ്പോൾ ഉള്ള വാട്ടർ കണ്ടൻറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ZnCl2 എൻഹൈഡ്രസ് ZnCl2 യൂസ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളം റിമൂവ് ചെയ്തില്ല എങ്കിൽ ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കാം, ഇത് റിവേഴ്സിബിൾ റിയാക്ഷനായി മാറും. അപ്പോൾ എന്തുണ്ടാവും, നമുക്ക് തിരിച്ച് ആൽക്കഹോളിനെ കിട്ടും. നമുക്ക് കിട്ടേണ്ടത് എന്താ, ഹാലോ ആൽക്കീൻ അല്ലേ. അപ്പോൾ അത് ഉണ്ടാവാണ്ടിരിക്കാൻ, അതായത് റിവേഴ്സിബിൾ ആവാണ്ടിരിക്കാനുള്ള കണ്ടീഷൻസ് നമ്മളിവിടെ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ എൻഹൈഡ്രസ് ZnCl2 കൊണ്ടുവന്നേനെ. ഓക്കെ, അപ്പോൾ എൻഹൈഡ്രസ് ZnCl2 കൊണ്ടുപോകുമ്പോൾ എന്താ ഉണ്ടാവും, വെള്ളം റിമൂവ് ആവും, അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഹാലോ ആൽക്കെയിൻസ് കിട്ടും. ഹാലോ ആൽക്കെയിൻസിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തിരുന്നത്, RX വഴി അല്ലേ. അപ്പോൾ ഒരു ജനറൽ ഇക്വേഷനാണ് ഇവിടെ തന്നേണേ. ROH + HX ഇൻ ദ പ്രസൻസ് ഓഫ് എൻഹൈഡ്രസ് ZnCl2 ഗിവ്സ് RX + H2O. ഓക്കെ, അപ്പോൾ ആൽക്കഹോളിനെ ഡിനോട്ട് ചെയ്യണതാണ് ROH. ഈ R എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലാവും, മിഥൈനാവാം, മീഥേനാവാം, എന്ത് വേണമെങ്കിലാവാം. ഓക്കെ, അപ്പോൾ ROH + HX. HX എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ഹാലജൻ ആസിഡിനെയാണ്. In the presence of anhydrous ZnCl2 gives RX + H2O. RX എന്ന് പറയുന്നത് നമ്മൾ ഹാലോ ആൽക്കീൻ. വെള്ളം റിമൂവ് ചെയ്യുന്ന നമ്മൾ എൻഹൈഡ്രസ് ZnCl2ൻ്റെ റോള് പഠിച്ചപ്പോൾ തന്നെ പഠിച്ചു അല്ലേ, വാട്ടർ റിമൂവ് ആവും. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയാം, ഇതെങ്ങനെയാണ് വാട്ടർ റിമൂവ് ആണ്, എങ്ങനെ RX ഫോം ചെയ്യണമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ ROH എടുക്കണം + HX in the presence of anhydrous ZnCl2. ഇത്രയാണ് നമുക്ക് ഈ റിയാക്ഷനിൽ ആദ്യം തന്നെ അറിയണ കാര്യം അല്ലേ. അപ്പോൾ ഇതിൽ ഈ Hഉം OHഉം കണ്ടു, ROHലെ OHഉം HXലെ Hഉം കണ്ടു. ഇവരെ ഒരു ബോക്സിലിടുക. അപ്പോൾ നമുക്ക് എന്താക്കിയിട്ട് മാറ്റാം, H2O പുറത്തേക്ക് പോണ പോലെ മനസ്സിലാക്കിക്കൂടെ. ഒരു OHഉം ഒരു Hഉം കൂടിയ H2O ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ബേസിക് ഇക്വേഷനാണ് വെള്ളത്തിൻ്റെ. അപ്പോൾ H2O പുറത്തേക്ക് പോയി. ഇനി ബാക്കി ആരല്ലേ, Rഉം Xഉം അല്ലേ, ആൽക്കൈൽ ഗ്രൂപ്പും ഹാലൈഡും. അപ്പോൾ രണ്ടും കൂടിയിട്ട് ആൽക്കൈൽ ഹാലൈഡ് തരുന്നു. അതാണ് നമ്മുടെ ഹാലോ ആൽക്കീൻ. ആൽക്കൈൽ ഹാലൈഡ് അല്ലെന്ന് പറഞ്ഞാലും ഹാലോ ആൽക്കീൻ എന്ന് പറഞ്ഞാലും ഒന്നാട്ടോ. ഇത് ഒരു മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡ് ഞാൻ എന്താ പറഞ്ഞത്, എൻഹൈഡ്രസ് ZnCl2ൻ്റെ റോൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇക്വേഷൻ പകുതി കഴിഞ്ഞു. എന്താ വെച്ചാൽ എൻഹൈഡ്രസ് ZnCl2ൻ്റെ റോൾ എന്തായിരുന്നു, വെള്ളത്തിനെ റിമൂവ് ചെയ്യുക. അതെന്തിനാണ് അങ്ങനെ റിമൂവ് ചെയ്യണേ, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ എൻഹൈഡ്രസ് ZnCl2 എന്ത് ചെയ്യണു, വെള്ളം റിമൂവ് ചെയ്യണു അല്ലേ. അപ്പോൾ Hഉം OHഉം ഇതിൽ നിന്ന് പോയി, ബാക്കി ആരല്ലേ, Rഉം Xഉം, അവർ കൂടിയിട്ട് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കില്ലേ. അപ്പോൾ ഇതാണ് സെക്കൻഡ് രീതി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പമുള്ള റിയാക്ഷനാണ്. ആൽക്കഹോൾസിൽ നിന്ന് എങ്ങനെയാണ് ഹാലോ ആൽക്കീൻസ് ഉണ്ടാവണേന്നുള്ളത്. കോൺസെൻട്രേറ്റഡ് ഹാലജൻ ആസിഡിനെ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഹാലൈഡ്, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രജൻ ഹാലൈഡിനെ ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക ഇൻ ദ പ്രസൻസ് ഓഫ് എൻഹൈഡ്രസ് ZnCl2. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എൻഹൈഡ്രസ് ZnCl2 എന്ന് എഴുതണം. അവരുടെ പ്രസൻസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RXഉം H2Oയും കിട്ടും. ഓക്കെ, അപ്പോൾ എൻഹൈഡ്രസ് ZnCl2ൻ്റെ റോൾ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റിയാക്ഷൻ എളുപ്പമായിട്ട് എഴുതാം. ഇനി നമ്മളിതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. ഈ R എന്ന് പറയുമ്പോൾ ഒരു കോമൺ ജനറലായിട്ട് നമ്മൾ പറഞ്ഞ ഇക്വേഷനാണ് ഇത് അല്ലേ. ROH + HX ഇൻ ദ പ്രസൻസ് ഓഫ് എൻഹൈഡ്രസ് ZnCl2 ഗിവ്സ് RX + H2O എന്ന് പറയുന്നത് ഒരു ജനറൽ ഇക്വേഷനാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഈ ആൽക്കൈൽ ഗ്രൂപ്പിന് നമ്മളൊരു ഈഥൈൻ ഇട്ട് കൊടുക്കാം. ഈഥൈൽ ഗ്രൂപ്പാണെന്ന് നോക്കാം. ഈഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ എന്താണ്, ഈഥൈൽ ഗ്രൂപ്പും ആൽക്കഹോളും കൂടിയ എത്തനോളായില്ലേ, ഈഥൈനും ആൽക്കഹോളും കൂടിയ എത്തനോളായി. അപ്പോൾ എത്തനോളിൻ്റെ ഫോമുല എന്താ, C2H5OH അല്ലേ. അപ്പോൾ C2H5OHനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ഹാലജൻ ആസിഡ്, ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന ആസിഡ് എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, ഹൈഡ്രജൻ ക്ലോറൈഡാണ് എടുക്കണേ. അപ്പോൾ HCl in the presence of anhydrous ZnCl2 gives എന്താ ഉണ്ടാവണേന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ആദ്യത്തെ മെത്തേഡ് വഴി നോക്കാം. അതായത് ROHഉം HXഉം കൂടി റിയാക്ട് ചെയ്യും in the presence of ZnCl2, anhydrous ZnCl2. ഈ Hഉം OHഉം കൂടി പോയി ബാക്കിയുള്ളവർ ഒന്നിപ്പിക്കുക. ആ ഒരു മെത്തേഡ് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ C2H5OHഉം + HCl എന്നല്ലേ നമ്മൾ എഴുതിയണേ. അപ്പോൾ ഇവിടുത്തെ C2H5OHലെ OHഉം HClലെ Hഉം കൂടി പോവും, H2 ആയി പോയി. ബാക്കി ആരൊക്കെ ഉണ്ട്, എഥനോളിൽ C2H5 ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡിൽ Cl ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒന്നിക്കും. അപ്പോൾ C2H5Cl ആയില്ലേ + H2O. അപ്പോൾ ഈഥൈൽ ക്ലോറൈഡ് ആയില്ലേ. ഇതന്നെയല്ലേ ഇവിടെയും സംഭവിക്കണേ. ഇവിടെ ഈ Rന് പകരമാണ് C2H5 വന്നേണേ, Xന് പകരമാണ് Cl വന്നേണേ. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി, ROHഉം HXഉം കൂടി ചേർന്നപ്പോൾ RXഉം H2Oയും കിട്ടി അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ROHഉം HXഉം എൻഹൈഡ്രസ് ZnCl2ൻ്റെ പ്രസൻസിൽ വന്നപ്പോൾ RXഉം H2Oയും കിട്ടി അല്ലേ. സെയിം പ്രോസസ്സ് തന്നെയാണ്, ഒന്നുമില്ല. ഈ ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ, കിട്ടുന്ന പ്രൊഡക്ട്സ് ഒക്കെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഈ ജനറൽ ഇക്വേഷനാണ്. പിന്നെ എൻഹൈഡ്രസ് ZnCl2ൻ്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നമുക്ക് ബൈ പ്രൊഡക്ട്സും മെയിൻ പ്രൊഡക്റ്റും ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത്
എന്തായിരുന്നു? ഹൈഡ്രജൻ ഹാലൈഡ്, ഒരു കോൺസെൻട്രേറ്റഡ് ഹാലജൻ ആസിഡും ആൽക്കഹോളും കൂടി റിയാക്ട് ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് കിട്ടുക എന്നാണ് നമ്മൾ നോക്കിയത് അല്ലേ. ഇനി നമുക്ക് PCl3, PCl5, SOCl2 ഇവരെയൊക്കെ കൊണ്ട് നമ്മൾ ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആൽക്കൈൽ ക്ലോറൈഡ് കിട്ടുക നോക്കാം. ഓക്കെ, ആൽക്കൈൽ ക്ലോറൈഡ്സ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ദി ആക്ഷൻ ഓഫ് PCl3, PCl5 ഓർ SOCl2 വിത്ത് ആൽക്കഹോൾസ്. അപ്പോൾ ആൽക്കൈൽ ക്ലോറൈഡ് കിട്ടാനുള്ള പ്രോസസ്സാണ് ഇത്. കാരണം എന്താ, ഇവിടെ PCl3, PCl5, SOCl2 എന്നൊക്കെ കോമൺ ആയിട്ട് നിങ്ങൾ എന്താ കാണുന്നത്? ക്ലോറൈഡ് അല്ലേ. ക്ലോറൈഡ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നതിലും നമുക്കറിയാം ആൽക്കൈൽ ഹാലൈഡാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിലെ ഹാലൈഡ് എന്ന് പറയുന്നത് എന്തായാലും ക്ലോറിൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ആൽക്കൈൽ ക്ലോറൈഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആൽക്കഹോൾസ് എന്നുള്ളൊരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണിത്. PCl3യും PCl5യും SOCl2യും ആൽക്കഹോൾസ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ആൽക്കൈൽ ക്ലോറൈഡ്സ് ആയിരിക്കും. ഇനി എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് PCl3 വെച്ച് നോക്കാം. അപ്പോൾ ROH + PCl3 gives RCl + H3PO3. ബാലൻസ് ചെയ്തിട്ടാണ് നമുക്ക് 3 ROH എന്നും 3 RCl എന്നൊക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആൽക്കഹോളാണല്ലേ ROH. ആൽക്കഹോളിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ROH എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പൗണ്ട് അല്ലേ. പിന്നെ PCl3 നമ്മളെടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടണേ? RClഉം H3PO3യും. എങ്ങനെയാണ് H3PO3 വന്നല്ലേ നോക്കി നോക്കാം. നമ്മൾ മുമ്പത്തെ മെത്തേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ROH + PCl3 gives നമുക്ക് എന്താ അറിയാം? എന്തായാലും ഒരു ആൽക്കൈൽ ക്ലോറൈഡ് ആയിരിക്കും വരിക എന്ന് ഉറപ്പായിട്ട് അറിയാം. കാരണം Pൻ്റെ ഒപ്പം Cl ആണ് നിന്നാണ്. അപ്പോൾ എന്തായാലും ഒരു ആൽക്കൈൽ ക്ലോറൈഡ് ആണെന്നറിയാം. അപ്പോൾ ഈ OHും ഈ Pയും കൂടിയിട്ട് പോവും അല്ലേ. നമ്മൾ നേരത്തെ അവിടെ എന്താ പറഞ്ഞ ആൽക്കഹോൾസും HXും കൂടി റിയാക്ട് ചെയ്തപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? OHും Hഉം കൂടി പോവും. അപ്പോൾ ബാക്കിയുള്ളത് Rഉം Xും ആണ്. അപ്പോൾ അങ്ങനെ RXും H2 ആയിട്ട് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും നോക്കാം. അപ്പോൾ ഇവിടെ ROHും PCl3യും, Rലെ OHും PCl3യിലെ Pയും കൂടിയിട്ട് പോവും. അപ്പോൾ അത് പോകുമ്പോൾ അത് ഉണ്ടാക്കണത് എന്താണെന്ന് വെച്ചാൽ H3PO3 ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള ആൾക്കാർ കൂടി എന്താ ഉണ്ടാവണേന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു ROHലും PCl3യിലും OHും Pയും കൂടി പോകുമെന്ന് പറഞ്ഞു. ബാക്കി ആരാളുള്ളത്? Rഉം Clഉം അല്ലേ. അപ്പോൾ RCl എഴുതി. ഇനി നമ്മൾ പറഞ്ഞു OHും Pയും കൂടി പോകുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ POH എന്നാണ് വരിക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്തിട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ POH ആണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ROH + PCl3 gives RCl + POH എന്നാണ്. പക്ഷേ POH എന്ന് പറഞ്ഞൊരു കമ്പൗണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യണം അല്ലേ. ശരിയായിട്ടുള്ള ഇക്വേഷൻ അല്ല കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ROHും PCl3യും കൂടിയിട്ട് RClഉം POH എന്നും വന്നു. ഈ POH എന്ന് പറയുന്നത് അങ്ങനെ ഒരു കമ്പൗണ്ടേ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിനി ബാലൻസ് ചെയ്ത് നോക്കാം. ROHൽ എത്ര R ഉണ്ട്? ഒരു R അല്ലേ. റൈറ്റ് സൈഡിലും ഒരു R തന്നെയേ ഉള്ളൂ. പിന്നെ ലെഫ്റ്റിൽ എത്ര ഓക്സിജൻ ഉണ്ട്? ഒരെണ്ണം അല്ലേ. റൈറ്റിലും ഒരെണ്ണം തന്നെയേ ഉള്ളൂ. ലെഫ്റ്റിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒരെണ്ണം. റൈറ്റിലും ഒരെണ്ണം തന്നെ. ലെഫ്റ്റിൽ എത്ര ഫോസ്ഫറസ് ഉണ്ട്? ഒരെണ്ണം. അതേപോലെ തന്നെയാണ് റൈറ്റിലും ഒരെണ്ണം തന്നെയേ ഉള്ളൂ. ഇനി ലെഫ്റ്റിൽ എത്ര ക്ലോറിൻ ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ റൈറ്റിൽ നോക്കുമ്പോഴോ ഒരെണ്ണം ഉള്ളൂ. അപ്പോൾ നമ്മൾ എവിടെ ക്ലോറിൻ വരണേ? RCl അല്ലേ. അപ്പോൾ RClൻ്റെ അവിടെ ഒരു 3 ഇട്ട് കൊടുത്താൽ 3 ക്ലോറിൻ കിട്ടിയില്ലേ. അപ്പോൾ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ 3 ക്ലോറിൻ ഉണ്ട്, ലെഫ്റ്റിൽ നോക്കുമ്പോഴും 3 ക്ലോറിൻ ഉണ്ട്. പക്ഷേ റൈറ്റിൽ നോക്കുമ്പോൾ 3 ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു അല്ലേ. അതായത് 3 R എന്ന് വന്നു. ലെഫ്റ്റിൽ ഒരു R ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? R വരുന്നത് ഏത് ഗ്രൂപ്പിലാണ്? ROH എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പൗണ്ടിലാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 ROH ആയി. അപ്പോൾ 3 R ലെഫ്റ്റിലും ഉണ്ട്, 3 R റൈറ്റിലും ഉണ്ട്. പക്ഷേ ഇവിടെ വീണ്ടും ഓക്സിജനെയും ഹൈഡ്രജനെയും മാറി അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുക അല്ലേ. അപ്പോൾ 3O ആയി ലെഫ്റ്റിൽ, അപ്പോൾ 3O റൈറ്റിലും ആക്കണം അല്ലേ. ഒപ്പം Hഉം 3 എണ്ണം കൂടിയിട്ടുണ്ട് ലെഫ്റ്റിൽ. അതുപോലെ തന്നെ റൈറ്റിലും ആക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? POH എന്ന് പറഞ്ഞ ആ ഒരു കമ്പൗണ്ടില്ലേ, ആ OHനെ ത്രൈസ് ആക്കി മാറ്റും. POH ത്രൈസ് എന്ന് എഴുതും. അതാണ് ഇവിടെ എഴുതിയിരുന്നത്. POH ത്രൈസ് എന്ന് എഴുതും. അപ്പോൾ നമുക്ക് ബാലൻസ്ഡ് ആയി. 3 ROH + PCl3 gives 3 RCl + POH ത്രൈസ് എന്ന് കിട്ടി. ഇനി ഈ POH ത്രൈസിനെയാണ് നമ്മൾ H3PO3 എന്ന് എഴുതുക. ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കൂ. H3PO3 ഇതന്നെയല്ലേ POH ത്രൈസ് എന്ന് പറഞ്ഞാലും. അപ്പോൾ ഇതിന് സ്റ്റേബിളായിട്ട് എഴുതുന്ന രീതിയാണ് H3PO3. ഓക്കെ, ഈ H3PO3നെ പറയുന്ന പേരാണ് ഫോസ്ഫറസ് ആസിഡ്. അപ്പോൾ 3 ROH + PCl3 gives 3 RCl + H3PO3 എന്ന് കിട്ടി. ഇത് വളരെ സിമ്പിളാണ് ഈ റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തു മനസ്സിലായി എന്ന് വിചാരിക്കണം.
ആദ്യം തന്നെ നമ്മൾ ബാലൻസ് ചെയ്യണം. ഒരു ഇക്വേഷൻ തരുമ്പോൾ, പ്രത്യേകിച്ച് ഓർഗാനിക്കിൽ നമുക്കൊരു ഇക്വേഷൻ തരുമ്പോൾ അത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്തതിന് ശേഷം നമുക്ക് മര്യാദക്കുള്ള പ്രൊഡക്ട്സ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഊഹത്തിൽ എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നോക്കുക ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എലമെൻസിൻ്റെ എണ്ണം സെയിം ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുക. ഇവിടെയൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ് തുടർച്ചയായിട്ട്. ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സും ഹാലൈറ്റ്സ് ഒക്കെ മാറുന്നുള്ളൂ. ഈ ഒരു കേസിൽ മാറില്ല. ഞാൻ പറഞ്ഞത് ആൽക്കഹോൾസും പിന്നെ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പിന്നെ മുമ്പത്തെ കേസിൽ പറയുകയാണെങ്കിൽ ആൽക്കഹോൾസും ഹൈഡ്രജൻ ഹാലൈറ്റ്സ് ആയിരുന്നു. അപ്പോൾ അവിടെ ഹാലൈറ്റ്സും മാറും, ആൽക്കൈൽസും മാറും. ഈ ഒരു കേസിൽ PCl3 PCl5 SOCl2 ആണ് നമ്മൾ എടുക്കണേ അല്ലേ. അപ്പോൾ ഇതിൽ ക്ലോറൈഡ് ആണെന്ന് എന്തായാലും നമുക്കറിയാം. ആൽക്കൈലിൻ്റെ അപ്പോൾ എന്തായാലും ക്ലോറൈഡാണ് വരിക എന്നറിയാം. അപ്പോൾ ഇവിടെ മാറുക ആൽക്കൈൽ ഗ്രൂപ്പ്സ് മാത്രമാണ്, വേറൊരു മാറ്റവും ഇവിടെ വരില്ല. ഇതിപ്പോൾ ഈ ആറിന് പകരം C2H5OH വരുന്നെന്ന് വിചാരിക്കും. അപ്പോൾ C2H5OH പ്ലസ് PCl3 gives C2H5Cl പ്ലസ് H3PO3 എന്ന് വരും. അപ്പോൾ അങ്ങനെ ആൽക്കൈൽ ഗ്രൂപ്പ്സിൽ മാത്രമേ മാറ്റം വരുള്ളൂ, ബൈ പ്രൊഡക്ട്സിലൊന്നിലും ഒരു മാറ്റം വരില്ല. ഓക്കെ, അപ്പോൾ ROHും PCl3യും കൂടി വന്നാൽ RClഉം H3PO3 ആണ് വരിക. അപ്പോൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ കൂടി വേണം. ഇനി നമുക്ക് PCl5 ആയിട്ട് റിയാക്ട് ചെയ്ത് എന്ത് കിട്ടും നോക്കാം. ROH പ്ലസ് PCl5 gives RCl പ്ലസ് POCl3 പ്ലസ് HCl. ഇവിടെ 3 പ്രൊഡക്ട്സ് വന്നു അല്ലേ. എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ആദ്യം ROHും PCl5ഉം കൂടി റിയാക്ട് ചെയ്യണമെന്ന് നമുക്കറിയുള്ളൂ. എന്തായാലും നമുക്കറിയാം ആൽക്കൈൽ ക്ലോറൈഡ്സ് ആണ് ഉണ്ടാവണേ. അപ്പം എന്തായാലും RCl എഴുതി വയ്ക്കാം അല്ലേ. ഇനി RCl അങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ അതിന് ശേഷം എന്തുണ്ടാവണം, ഇവിടെ നമുക്ക് PO OH ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നമ്മളത് ഇവിടെ ചെയ്ത് കഴിഞ്ഞു അല്ലേ, PCl3യിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് PCl5ലും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ROH പ്ലസ് PCl3 gives RCl പ്ലസ് H3PO3 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ, ഒരു എളുപ്പവഴി പറഞ്ഞു തരുന്നതാണ് എങ്ങനെയാണ് പ്രൊഡക്ട്സ് എഴുതണേന്ന്. ഓക്കെ, അപ്പോൾ ROHും PCl5ഉം കൂടി റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കറിയാം എന്തായാലും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും. ഈ ഒരു കേസിൽ ആൽക്കൈൽ ക്ലോറൈഡ് ആയിരിക്കും അല്ലേ, PCl5 ആയതുകൊണ്ട്. സോ RCl നമുക്ക് എന്തായാലും അറിയാം പ്രൊഡക്റ്റ്. ഇനി ബൈ പ്രൊഡക്ട്സ് ആണ് നമുക്ക് അറിയേണ്ടത്, അതാണ് എഴുതേണ്ടതും. ഓക്കെ, മെയിൻ പ്രൊഡക്റ്റിൻ്റെ ഒപ്പം ബൈ പ്രൊഡക്ട്സും എഴുതാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനത്തെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് വരുന്ന ഇക്വേഷൻസിലെല്ലാം ബൈ പ്രൊഡക്ട്സ് എഴുതണം. ഏതൊരു ഇക്വേഷൻ ആയാലും, ഓർഗാനിക് എന്നല്ല ഏതിലായാലും ബൈ പ്രൊഡക്ട്സ് എഴുതാൻ മറക്കരുത്. നമ്മളെല്ലാം എഴുതി വയ്ക്കുക, ഒരു തരത്തിലും മാർക്ക് കളയരുത്. അപ്പോൾ ഇവിടെ നമ്മൾ RCl എഴുതി. ഇനി Cl എത്ര എണ്ണം ബാക്കിയുണ്ട്, ഒരെണ്ണം പോയി അല്ലേ. ഇനി 4 എണ്ണം ബാക്കിയുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ Hഉം Cl ഒക്കെ കാണുമ്പോൾ HCl ഫോം ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമുക്ക് വരണം ഈ ഒരു ഇക്വേഷനിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ HCl വരും. HCl വരുമ്പോൾ ഇതിൽ നിന്നൊരു ക്ലോറിനും കൂടി പോയി അല്ലേ. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇനി RCl എന്തായാലും ഫോം ചെയ്തു. അപ്പോൾ ഇന്ന് Rഉം പോയി Clഉം പോയി അല്ലേ. പിന്നെ ഇതിന്ന് Hഉം ഒരു Clഉം പോയി അല്ലേ. അപ്പോൾ ഇനി ബാക്കി ഇവിടെ എന്തുണ്ട്, ഒരു Oയും ഇവിടെ ഒരു Pയും ഇവിടെ 3 Clഉം അല്ലേ. POCl3 എന്ന് പറഞ്ഞൊരു കമ്പൗണ്ട് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഫോസ്ഫറിൽ ക്ലോറൈഡ് എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ROHും PCl5ഉം കൂടി റിയാക്ട് ചെയ്തിട്ട് RClഉം POCl3യും HClഉം ആണ് ഉണ്ടാവുന്നത്. ROHും PCl3യും കൂടി റിയാക്ട് ചെയ്തപ്പോൾ RCl ഒബ്വിയസ്ലി ഉണ്ടാവും. പിന്നെ ഇതിൽ നമുക്ക് H3PO3 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, PCl5 വന്നപ്പോൾ പ്രൊഡക്ട്സിൻ്റെ എണ്ണം കൂടി. ഇനി ROHും SOCl2ഉം, തൈനൈൽ ക്ലോറൈഡ് എന്നാണ് SOCl2നെ പറയാം കേട്ടോ, അതിൻ്റെ പേര് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആൽക്കഹോളിനെ SOCl2 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ടാവും, RCl എന്തായാലും ഉണ്ടാവും നമുക്കറിയാം അല്ലേ. ഇത് ഹാലോ ആൽക്കെയിൻസ് ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ആൽക്കൈൽ ക്ലോറൈഡ് ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ RCl എന്തായാലും ഉണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ Rഉം Clഉം പോയി. ഇനി ഒരു Hഉം Clഉം കൂടി ഒരു റിയാക്ഷൻ ഉണ്ടാവില്ലേ, അപ്പോൾ HCl കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ R പോയി H പോയി, ഇവിടെ ബാക്കിയുള്ളത് O ആണ് ROHൽ അല്ലേ. ഇവിടെ ഈ SOCl2ൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ട് Clഉം പോയി, ഒരെണ്ണം Rൻ്റെ ഒപ്പം പോയി, ഒരെണ്ണം Hൻ്റെ ഒപ്പം പോയി. ബാക്കി എന്താ പറഞ്ഞത്, Oയും Sഉം അല്ലേ. അപ്പോൾ SO2 ഉണ്ടാവില്ലേ, ഇവിടെ ഒരു Oയും ഇവിടെ ഒരു Oയും ഇവിടുത്തെ ഒരു Sഉം കൂടിയിട്ട് SO2 ഉണ്ടാവില്ലേ. അപ്പോൾ RCl പ്ലസ് SO2 പ്ലസ് HCl ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇനി ചുരുക്കി ഇത് പഠിക്കാൻ എളുപ്പവഴി എന്താ വെച്ചാൽ, PCl3 ROH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 2 പ്രൊഡക്റ്റേ ഉണ്ടാവുള്ളൂ. PCl5 ROH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 3 എണ്ണം ഉണ്ടാവും. അതുപോലെ തന്നെ SOCl2 ROH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും 3 പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇനി എല്ലാത്തിലും RCl ഫോം ചെയ്യുന്ന നമുക്കറിയാമല്ലോ, RCl ഫോം ചെയ്യാനുള്ളൊരു മെത്തേഡാണിത് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്കറിയാം H3PO3 ആണ് വരുന്ന ബൈ പ്രൊഡക്റ്റ് PCl3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. ഇവിടെ നമുക്ക് POCl3യും HClഉം കിട്ടും. ഇവിടെ നമുക്ക് SO2ഉം HClഉം കിട്ടും. അപ്പോൾ PCl3 ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഇക്വേഷൻസിൽ 2 പ്രൊഡക്ട്സ് ആണ് കിട്ടുക. PCl5 ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ആൽക്കഹോളിൽ നമുക്ക് കിട്ടുക 3 പ്രൊഡക്ട്സ് ആണ്. SOCl2 ആയിട്ട് ROH റിയാക്ട് ചെയ്യുമ്പോഴും 3 പ്രൊഡക്ട്സ് തന്നെയാണ്. ഇനി
PCl3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് H3PO3 ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് PCl5 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് POCl3യും HCl ആണ്. തൈനൽ ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക SO2വും HCl ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കോമൺ ആയിട്ട് കുറേ എണ്ണത്തിനെ കാണാം അല്ലേ. എല്ലാത്തിലും RCl ഉണ്ടാവും അല്ലേ, കാരണം ഇത് ആൽക്കൈൽ ക്ലോറൈഡ്സിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ എല്ലാത്തിലും RCl ഉണ്ടാവും. HCl ഈ രണ്ടെണ്ണത്തിലുമാണ് ഉണ്ടാവുക, PCl5ലും SOCl2. കാരണം PCl3 എന്നുള്ള കമ്പൗണ്ടിനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്ന PCl5ഉം SOCl2 അല്ലേ, കുറച്ച് ബിഗർ കമ്പൗണ്ട്സ് ആയിട്ട് തോന്നുന്നത് നമുക്ക് അവരെയാണ് അല്ലേ. അപ്പോൾ അവരിൽ 3 പ്രൊഡക്ട്സ് ഉണ്ടാവുന്നുണ്ട്. അതിൽ കോമൺ ആയിട്ട് രണ്ടിലുള്ളത് RClഉം HCl ആണ്. പിന്നെ PCl5ഉം RH ആയിട്ട് റിയാക്ട് ചെയ്യണം, കാരണം POCl3 കിട്ടണം. SOCl2ഉം RH ആയിട്ട് റിയാക്ട് കാരണം SO2 കിട്ടണം. നിങ്ങൾ ഈ വരുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, among these methods the reaction with thionyl chloride is preferred. അത് ചോദിക്കാറുണ്ട് കേട്ടോ. why the reaction അല്ലെങ്കിൽ which reaction is preferred among the 3 methods എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ടു പ്രിപ്പയർ ആൻ ഹാലോ ആൽക്കീൻ എന്ന് പറയുന്നത് തൈനൽ ക്ലോറൈഡായിട്ട് റിയാക്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, അതായിട്ടുള്ള റിയാക്ഷനാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. സോ among these 3 methods the reaction with thionyl chloride is preferred since the byproduct are gases and are easily escaped from the reaction medium. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ SOCl2 ആയിട്ടുള്ള റിയാക്ഷൻ നല്ലതാണ്, ബെസ്റ്റ് മെത്തേഡാണെന്ന് പറയാൻ കാരണം കിട്ടുന്ന ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഗ്യാസാണ് അല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയാലും ഒരു ഗ്യാസാണ്, HCl ഗ്യാസാണ്, SO2വും ഗ്യാസാണ് അല്ലേ, സൾഫർ ഡയോക്സൈഡ് ഒരു ഗ്യാസാണ്. അപ്പോൾ SO2വും HClഉം ഗ്യാസ് ആയ കാരണം അത് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ RCl ആണ്, അപ്പോൾ അത് മാത്രമായിട്ട് കിട്ടും. ബാക്കിയുള്ള കേസസിൽ അങ്ങനെയല്ല, നമുക്ക് ആ ബൈ പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്യാനുള്ള വേറെ മെത്തേഡ്സ് നോക്കേണ്ടി വരും. അപ്പോൾ അതിനെയൊക്കെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് തൈനൽ ക്ലോറൈഡ് എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് റിയാക്ഷൻ വിത്ത് തൈനൽ ക്ലോറൈഡ് ഇസ് പ്രിഫേർഡ് ഓവർ അതർ റിയാക്ഷൻസ് സിൻസ് ദ ബൈ പ്രൊഡക്റ്റ് ആർ ഗ്യാസസ് ആൻഡ് ആർ ഈസിലി എസ്കേപ്പ് ഫ്രം ദ റിയാക്ഷൻ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള മെത്തേഡ്സിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഹാലോ ആൽക്കീൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ തൈനൽ ക്ലോറൈഡും ആൽക്കഹോളായിട്ടുള്ള റിയാക്ഷൻ വരുന്ന ആ ഒരു മെത്തേഡാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയാം കേട്ടോ, വിത്ത് റീസൺ. ഓക്കെ, അതായത് റീസൺ എന്ന് പറയുമ്പോൾ ബൈ പ്രൊഡക്ട്സ് ഗ്യാസസ് ആണ്. അപ്പോൾ ഈസിലി എസ്കേപ്പ് ഫ്രം ദ റിയാക്ഷൻ മീഡിയം. ഇപ്പോൾ നമ്മളോട് ഗീവ് റീസൺ വൈ തൈനൽ ക്ലോറൈഡ് ഇസ് പ്രിഫേർഡ് ഓവർ അതർ മെത്തേഡ്സ് ടു പ്രിപ്പയർ ഹാലോ ആൽക്കീൻ എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ വിച്ച് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു പ്രിപ്പയർ ഹാലോ ആൽക്കീൻ എന്ന് പറയുകയാണെങ്കിൽ റീസണും ഏതാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് എഴുതാം, ഒപ്പം അതിൻ്റെ റീസണും എഴുതും, ഒപ്പം ഈ റിയാക്ഷനും കൂടി എഴുതിക്കോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് പോകാനൊരു സാധ്യതയും ഉണ്ടാവില്ല, ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ റിയാക്ഷനും കൂടി എഴുതുക കേട്ടോ എന്തെഴുതുമ്പോഴും. ഇനി നമുക്കിതിൽ തന്നെ ഒരു കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ ആൽക്കൈൽ ക്ലോറൈഡ് ഉണ്ടാക്കാനുള്ള മെത്തേഡ് പഠിച്ചു അല്ലേ. ആദ്യം നമ്മൾ പഠിച്ചത് എന്താ, ആൽക്കഹോൾസ് എന്ന് സാധാ ജനറലി എങ്ങനെയാണ് ഒരു ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കുക എന്ന് പഠിച്ചു. അതിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പോയി, ഏതിലേക്ക് പോയി, ആൽക്കൈൽ ക്ലോറൈഡിലേക്ക് പോയി. അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കഹോൾസിനെ PCl3 ആയിട്ടും PCl5 ആയിട്ടും SOCl2 ആയിട്ടും റിയാക്ട് ചെയ്താലും ഈ 3 മെത്തേഡിൽ ഏത് മെത്തേഡ് വഴി പ്രിപ്പയർ ചെയ്താലും നമുക്ക് RCl കിട്ടും എന്ന് പറഞ്ഞു അല്ലേ. അതിലെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് SOCl2 ആയിട്ട് റിയാക്ട് ചെയ്യണതാണ്. കാരണം എന്താ, ബൈ പ്രൊഡക്ട്സ് ഗ്യാസസ് ആയ കാരണം പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് തന്നെ നമുക്ക് കിട്ടും അല്ലേ. ഇനി നമുക്ക് അപ്പോൾ ആൽക്കൈൽ ക്ലോറൈഡ് പഠിച്ചു, ജനറൽ മെത്തേഡ് പഠിച്ചു. ഇനി നമുക്ക് ആൽക്കൈൽ ബ്രോമൈഡും ആൽക്കൈൽ അയഡൈഡും എങ്ങനെ കിട്ടുകയെന്ന് നോക്കാം. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ബ്രോമൈഡ് ആൻഡ് ആൽക്കൈൽ അയഡൈഡ്. Alcohols are treated with bromine or iodine in the presence of red phosphorus since PBr3 and PI3 are unstable. അപ്പോൾ നമ്മളിപ്പോൾ PCl3യും ആൽക്കഹോളും വെച്ച് റിയാക്ട് ചെയ്ത് RCl കണ്ടുപിടിച്ച പോലെ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒപ്പം PBr3യും PI3യും ROHൻ്റെ ഒപ്പം റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ PBr3യും PI3 എന്ന് പറഞ്ഞാൽ ഹൈലി അൺസ്റ്റേബിൾ ആണ്, സ്റ്റേബിളേ അല്ല. സ്റ്റേബിൾ അല്ലാത്തൊരു കമ്പൗണ്ട് വെച്ച് നമുക്ക് റിയാക്ഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വേറൊരു മെത്തേഡ് എടുക്കുന്നത്. അതായത് നമ്മൾ ആൽക്കഹോൾസിനെ ബ്രോമിൻ അല്ലെങ്കിൽ അയഡിനായിട്ട് ഡയറക്റ്റ്ലി ട്രീറ്റ് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ ബ്രോമിൻ അല്ലെങ്കിൽ അയഡിൻ ഏതാണ് നമുക്ക് കിട്ടേണ്ടത് ആ ഒരു എലമെൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. ഇവിടെ നമുക്കിപ്പോൾ ആൽക്കൈൽ ബ്രോമൈഡ് കിട്ടണമെന്ന് വിചാരിക്കുമോ. അപ്പോൾ ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ഗിവ്സ് ആൽക്കൈൽ ബ്രോമൈഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജനറൽ ഇക്വേഷനാണ് നോക്കണേ. അതായത് ബ്രോമിൻ ആവാം അല്ലെങ്കിൽ അയഡിൻ ആവാം. ഓക്കെ, അപ്പോൾ ROH ഇൻ ദ പ്രസൻസ് ഓഫ് X2 എന്ന് പറയുന്നത് ബ്രോമിൻ അല്ലെങ്കിൽ അയഡിൻ കേട്ടോ. ക്ലോറിന് പറ്റില്ല ഈ ഒരു കേസിൽ. കാരണം എന്താ, നമ്മൾ പ്രിപ്പയർ ചെയ്യണത് ആൽക്കൈൽ ബ്രോമൈഡും ആൽക്കൈൽ അയഡൈനാണ്. ക്ലോറൈഡ് സെപ്പറേറ്റ്ലി പ്രിപ്പയർ ചെയ്യാനുള്ള ജനറൽ മെത്തേഡും പറഞ്ഞു, പിന്നെ നമ്മൾ അതിന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള മെത്തേഡും പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ ആൽക്കൈൽ ബ്രോമൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ അയഡൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനറൽ മെത്തേഡ് നമുക്കറിയാം അല്ലേ, ROHും പിന്നെ HXും കൂടി റിയാക്ട് ചെയ്യിപ്പിക്കുക ഇൻ ദ പ്രസൻസ് ഓഫ് എൻഹൈഡ്രസ് ZnCl2.
ഇതിനായിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ആൽക്കൈൽ ബ്രോമൈഡിനെയും ആൽക്കൈൽ അയഡൈഡിനെയും സ്പെസിഫൈ ചെയ്തുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ആൽക്കഹോൾസ് വിത്ത് ബ്രോമിൻ ഓർ അയഡിൻ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. അതായത് ROH ആൽക്കൈൽ ബ്രോമൈഡ് ഉണ്ടാക്കണമെങ്കിൽ ബ്രോമിൻ എടുക്കുക, അല്ലെങ്കിൽ അയഡൈഡ് ഉണ്ടാക്കണമെങ്കിൽ അയഡിൻ എടുക്കുക. ഓക്കെ, ജനറൽ മെത്തേഡ് എഴുതുമ്പോൾ ROH ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് X2 ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ഗിവ്സ് RX എന്ന് കിട്ടും. അപ്പോൾ നമ്മളിനി നമ്മുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ്റെ മൈൻഡ് മാപ്പിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ആൽക്കഹോൾസ് പഠിച്ചു അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ തന്നെ പഠിച്ചു കഴിയും അല്ലേ. അപ്പോൾ എൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്യാൻ, ഞാൻ പറയുമ്പോൾ എൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ആൽക്കഹോൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ആൽക്കഹോൾസ് വഴി എങ്ങനെയാണ് ഹാലോ ആൽക്കെയിൻസ് ഉണ്ടാവണമെന്ന് പഠിച്ചു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓറഞ്ചിൽ മാർക്ക് ചെയ്തതെല്ലാം ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷനും ബ്ലൂവിൽ മാർക്ക് ചെയ്യുന്നതെല്ലാം ഹാലോ അറേഞ്ച് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡുകളാണ്. അപ്പോൾ ആൽക്കഹോൾസ് എന്ന് വരുന്നതെല്ലാം ഹാലോ ആൽക്കെയിൻസ് ആണ്. ഹാലോ ആൽക്കെയിൻസിൽ തന്നെ നമ്മൾ ജനറലായിട്ട് ഹാലോ ആൽക്കെയിൻസിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് പഠിച്ചു. അതെങ്ങനെയാണ്, ഒരു ആൽക്കഹോളിനെ നമ്മളൊരു ഹാലജൻ ആസിഡായിട്ട്, കോൺസെൻട്രേറ്റഡ് ഹാലജൻ ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് ZnCl2 എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുവഴി ഉണ്ടാകുമ്പോൾ വാട്ടർ റിമൂവ് ആവും. കാരണം എന്താ, എൻഹൈഡ്രസ് ZnCl2ൻ്റെ റോൾ തന്നെ അതാണ്, ടു റിമൂവ് വാട്ടർ ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ അതുവഴി നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാവും. ഓക്കെ, അത് ജനറൽ മെത്തേഡാണ്. ഇനി നമുക്ക് സ്പെസിഫൈ ചെയ്ത് പോകാം. അതായത് ആൽക്കൈൽ ക്ലോറൈഡ്, ആൽക്കൈൽ ബ്രോമൈഡ്, ആൽക്കൈൽ അയഡൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് നോക്കാം. അപ്പോൾ ആൽക്കഹോൾസും തന്നെ കേട്ടോ. അപ്പോൾ അതിൽ ആൽക്കഹോൾസും തന്നെ ആൽക്കൈൽ ക്ലോറൈഡ് എങ്ങനെ ഉണ്ടാക്കാനുള്ള മെത്തേഡാണ് നമ്മൾ ആൽക്കഹോളിനെ PCl3 അല്ലെങ്കിൽ PCl5 അല്ലെങ്കിൽ SOCl2 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് റെസ്പെക്റ്റീവ് ബൈ പ്രൊഡക്ട്സും മെയിൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള RCLും കിട്ടും. ഓക്കെ, ഇനി ആൽക്കൈൽ ബ്രോമൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ അയഡൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെയിം മെത്തേഡാണ്. അതായത് നമ്മുടെ ആൽക്കഹോളിനെ ഡയറക്റ്റ്ലി ബ്രോമിൻ അല്ലെങ്കിൽ അയഡിനായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. അപ്പോൾ അവരെന്ത് തരും, നമുക്ക് റെസ്പെക്റ്റീവ് ആൽക്കൈൽ ഹാലൈറ്റ്സ് തരും. അതായത് ആ ഹാലൈറ്റ്സ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ബ്രോമിൻ ആവാം അല്ലെങ്കിൽ അയഡിൻ ആവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആൽക്കഹോൾസിൽ പഠിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഹാലോ ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യണത്. ഇനി ഹൈഡ്രോ കാർബൺസിൽ നോക്കാം. ഓക്കെ, ഫ്രം ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഹൈഡ്രോ കാർബൺസിൽ തന്നെ നമ്മൾ പറഞ്ഞ 4 മെത്തേഡ് ഉണ്ട്. അത് ഓരോന്നും ഓരോരുത്തർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഫ്രീ റാഡിക്കൽ ഹാലജനേഷനും ഫ്രം ആൽക്കീൻസ് എന്ന് പറയുന്നത് ഹാലോ ആൽക്കീൻസ് ഉണ്ടാക്കാനാണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും സാൻമിയോസ് റിയാക്ഷനും ഹാലോ അരീൻസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫ്രം ഹൈഡ്രോ കാർബൺസിലെ ഫസ്റ്റാണ് ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. ഇതെന്തിനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോണേ, ഹാലോ ആൽക്കെയിൻസിനെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുക, നമ്മൾ 11th പഠിച്ചതാണ് അല്ലേ, ചിലപ്പോൾ മറന്നു പോയിണ്ടാവും. അപ്പോൾ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഫ്രീ റാഡിക്കൽ ഇസ് ദി ആറ്റം വിച്ച് കണ്ടെയ്ൻ അൺപെയർഡ് ഇലക്ട്രോൺ. അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഉള്ള ആറ്റംസിനെയാണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുക. അതിനെ ഡിനോട്ട് ചെയ്യണതാണ്, ഫ്രീ റാഡിക്കൽസിനെ ഡിനോട്ട് ചെയ്യണത് ഒരു ഡോട്ട് വഴിയാണ്. ഇതുപോലെ Cl ഡോട്ട് ഇട്ട പോലത്തെ ഡോട്ട് വഴിയാണ് ഫ്രീ റാഡിക്കൽസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഫ്രീ റാഡിക്കൽ എങ്ങനെയാണ് ഉണ്ടാവാനായിട്ട്, ഫോം ബൈ ദി ഹോമോലിസിസ് ഓഫ് കോവലന്റ് ബോണ്ട്. കോവലന്റ് ബോണ്ടിനെ ഹോമോലൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഫ്രീ റാഡിക്കലിനെ കിട്ടുക. ഇനിയിപ്പോൾ എന്താണ് ഈ ഹോമോലിസിസ് എന്ന് പറയുന്നത്, നമ്മൾ വീണ്ടും മറന്നു പോയിണ്ടാവും, 11th പഠിച്ചതാണ്, ഓർമ്മിപ്പിക്കാം. ഹോമോലിസിസ് എന്ന് പറഞ്ഞാൽ ഇഫ് എ കോവലന്റ് ബോണ്ട് ബ്രേക്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈച്ച് ആറ്റം ടേക്സ് അവേ വൺ ഓഫ് ദി ഇലക്ട്രോൺ ഓഫ് ദി ഷെയർഡ് പെയർ വിത്ത് ദ പ്രൊഡക്റ്റ് ഇസ് ഫ്രീ റാഡിക്കൽ. അതായത് ഒരു കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ് ഫ്രീ റാഡിക്കൽ അല്ലേ. അതും ഹോമോലിസിസ് ആണ് നടക്കണേ. ഹോമോലിസിസ് നടക്കണേന് കോവലന്റ് ബോണ്ടാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. എങ്ങനെ ബ്രേക്ക് ചെയ്യും, അതിനൊരു പ്രത്യേക രീതിയിലാണ് ബ്രേക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ Cl2 എന്ന് പറയണേ നമുക്ക് Cl ബോണ്ട് Cl നീന്താം അല്ലേ, അത് കോവലന്റ് ബോണ്ടാണ്. അപ്പോൾ ആ കോവലന്റ് ബോണ്ടിനെ നമ്മൾ എങ്ങനെ ബ്രേക്ക് ചെയ്യണു, ഇവർ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺ പെയർ ഉണ്ടാവില്ലേ, അതിൽ നിന്ന് ഓരോ ഇലക്ട്രോൺ വീതം 2 പേരും ഈക്വലായിട്ട് ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് ഫ്രീ റാഡിക്കൽ. ഇവിടെ നോക്കൂ, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തു 2 പേരും കൂടിയിട്ട്. അപ്പോൾ എന്നിട്ട് Cl ഫ്രീ റാഡിക്കൽ പ്ലസ് Cl ഫ്രീ റാഡിക്കൽ, 2 Cl ഫ്രീ റാഡിക്കൽ കിട്ടി അല്ലേ. അപ്പോൾ അതാണ് ഫ്രീ റാഡിക്കലിൻ്റെ ഫോർമേഷൻ. എങ്ങനെയാണ് ഫ്രീ റാഡിക്കൽ ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതായത് ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ വഴി എങ്ങനെയാണ് ആൽക്കൈൽ ഹാലൈഡ്സ് ഉണ്ടാവുക എന്ന് നോക്കാം. അപ്പോൾ alkanes react with chlorine or bromine in the presence of sunlight. We get a mixture of mono, di and poly haloalkanes. അതായത് നമ്മൾ ആൽക്കെയിൻസിനെയാണ് വെച്ചിട്ട് ഇവിടെ ആൽക്കെയിൻസിനെ വെച്ചിട്ടാണ് ഡയറക്റ്റ് റിയാക്ട് ചെയ്യിപ്പിക്കണേ. ഓക്കെ, ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൽക്കെയിൻസിനെയും ഹാലൈഡ്സിനെയും കൂടിയിട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് മോണോ, ഡൈ, പോളി ഹാലോ ആൽക്കെയിൻസ് ഒക്കെ കിട്ടും. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നുകൂടി സെൻറ്റൻസ് വായിക്കുകയാണ്. Alkanes react with chlorine or bromine in the presence of sunlight. We get a mixture of mono, di and polyhaloalkanes. Okay, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. When methane is chlorinated in the presence of sunlight,
UV ലൈറ്റ് എന്നൊക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ മീഥേൻ എന്ന് പറയുന്നത് CH4, അതിനെ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യാണ്, അതായത് Cl ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാവും? ഇൻ ദ പ്രസൻസ് ഓഫ് UV ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റിൻ്റെ അല്ലെങ്കിൽ UV ലൈറ്റിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? വി ഗെറ്റ് എ മിക്സ്ചർ ഓഫ് 4 പ്രൊഡക്ട്സ്, നെയിംലി മോണോക്ലോറോമീഥെയിൻ അല്ലെങ്കിൽ മീഥൈൽ ക്ലോറൈഡ് CH3Cl, ഡൈക്ലോറോമീഥെയിൻ മെഥിലീൻ ക്ലോറൈഡ് CH2Cl2, ആൻഡ് ട്രൈക്ലോറോമീഥെയിൻ ക്ലോറോഫോം CHCl3, ആൻഡ് ടെട്രാക്ലോറോമീഥെയിൻ കാർബൺ ടെട്രാക്ലോറൈഡ് CCl4. ഇതൊക്കെ കിട്ടും. അതായത് നമ്മൾ മീഥേനെ ക്ലോറിനേറ്റ് ചെയ്യുമ്പോൾ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് അല്ലെങ്കിൽ UV ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകണമെന്ന് പറഞ്ഞാൽ 4 പ്രൊഡക്ട്സ് ആണ്. ആ 4 പ്രൊഡക്ട്സിന് പേരുകളുണ്ട്. മോണോ, ഡൈ, ട്രൈ, ടെട്ര. അങ്ങനെ മോണോ, ഡൈ, പോളി, ഹാലോ ആൽക്കെയിൻസ് ആണ് നമുക്ക് മീഥേനും അല്ലെങ്കിൽ ആൽക്കെയിൻസും ക്ലോറിനും ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് വെച്ച് ഹീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അതാണ്. ഓക്കെ, മിക്സ്ചേഴ്സാണ് കിട്ടുക, കുറേ പ്രൊഡക്ട്സ് കിട്ടും. അപ്പോൾ CH4ൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്ന 4 പ്രൊഡക്ട്സ് ആണ്. CH4 + Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് UV ലൈറ്റ് ഓർ ഹീറ്റ് ഓർ സൺലൈറ്റ് ഗിവ്സ് CH3Cl. ഒരു ഹൈഡ്രജൻ കുറഞ്ഞിട്ട് ഒരു Cl അതിലേക്ക് കയറ്റണം. അപ്പോൾ CH3Cl + CH2Cl. വീണ്ടും ഹൈഡ്രജൻ കുറഞ്ഞു, Cl കൂടി, അപ്പോൾ അങ്ങനെ CH2Cl കിട്ടി. വീണ്ടും ഹൈഡ്രജൻ കുറയണു, വീണ്ടും ക്ലോറിൻ കയറണു, അപ്പോൾ CHCl3 കിട്ടി. പിന്നെ വീണ്ടും ഹൈഡ്രജൻ കുറഞ്ഞു, വീണ്ടും ക്ലോറിൻ കയറി, അപ്പോൾ ഇതിൽ ഹൈഡ്രജനെ ഇല്ലാണ്ടായി ലാസ്റ്റ്, അപ്പോൾ CCl4 കിട്ടി. ഓക്കെ, ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അത് നിങ്ങൾക്ക് എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ല, 11th നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ഓർമ്മ വന്നേക്കാം. അപ്പോൾ എങ്ങനെയാണ് മെക്കാനിസം എന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത് ഫോക്കസ് ഏരിയയിലുള്ളതല്ല. ഞാനിത് +1 ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. എങ്ങനെയാണ് അത് ഉണ്ടാവണേന്ന് നോക്കാം നമുക്ക്. ഇവിടെ നോക്കൂ, ആദ്യം തന്നെ ചെയിൻ ഇനീസിയേഷൻ സ്റ്റെപ്പാണ്. 3 സ്റ്റെപ്പാണുള്ളത്. ഇനീസിയേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ. ടെർമിനേഷൻ നമ്മൾ നോക്കണ്ട, നമുക്ക് ആദ്യത്തെ 2 സ്റ്റെപ്സ് നോക്കാം. കാരണം നമുക്ക് ഇത് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനീസിയേഷൻ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്ലോറിനെ 2 ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മാറ്റണം. നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ലേ, ഹോമോലിസിസ് നടത്തിയിട്ട് Clനെയും ഹോമോലിസിസ് നടത്തി UV ലൈറ്റിൻ്റെ പ്രസൻസിൽ Cl ഫ്രീ റാഡിക്കൽസ് കിട്ടി, 2 എണ്ണം. ഓക്കെ, ഇനി നമ്മൾ മീഥേനെ എടുക്കുകയാണ്. ചെയിൻ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ മീഥേനെ എടുത്തു, ഫ്രീ റാഡിക്കൽ, ഒരു Cl ഫ്രീ റാഡിക്കൽ എടുത്തു. അപ്പോൾ എന്തുണ്ടാവും? ഈ ഫ്രീ റാഡിക്കലിന് ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ വേണം. അത് ഒരു ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? CH4 നോക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് അങ്ങനെ പറഞ്ഞിട്ട് അത് എന്ത് ചെയ്യും? ഈ CH4 ഹൈഡ്രജനെ കൊണ്ടുപോകും. എന്നിട്ട് ഈ ഫ്രീ റാഡിക്കൽ CH4 കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി, CH4 ഒരു ഹൈഡ്രജൻ പോയി. ആ ഹൈഡ്രജൻ Clൻ്റെ ഒപ്പം റിയാക്ട് ചെയ്തു. അവർക്ക് ഈക്വലി നമ്പർ ഓഫ് ഷെയർഡ് പെയർസ് കിട്ടി. അപ്പോൾ എന്തുണ്ടായി? അവർ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ അവർ HCl ഫോം ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ടായി? CH4 ഒരു ഹൈഡ്രജൻ പോയില്ലേ. അപ്പോൾ അതെന്തുണ്ടായി? CH3 ആയി. ഒപ്പം അതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള ആറ്റത്തിന് നമ്മൾ പറയും ഒരു ഫ്രീ റാഡിക്കൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനത്തെ തന്നെയാണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുക. അപ്പോൾ CH3 ഫ്രീ റാഡിക്കൽ വന്നു +HCl. ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതായത് CH4 + Cl ഫ്രീ റാഡിക്കലിന് നമ്മൾ ഈ Clഉം Hഉം കൂടിയിട്ട് HCl ആയി മാറി. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽ എന്തുണ്ടാവും? ബാക്കിയുള്ള ഈ CH3ലേക്ക് വരും. അപ്പോൾ അങ്ങനെ CH3 ഫ്രീ റാഡിക്കൽ +HCl എന്നും കൂടി കിട്ടി. ഇനി നമ്മൾ ഈ CH3 ഫ്രീ റാഡിക്കലിനെ നമ്മൾ Cl2 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്, ക്ലോറിനായിട്ട് ഡയറക്റ്റ് റിയാക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ എന്തുണ്ടാവണം? ഈ ഒരു ക്ലോറിൻ മാത്രം CH3 ആയിട്ട് റിയാക്ട് ചെയ്യണം. അതായത് ഫ്രീ റാഡിക്കൽ Cl ആയിട്ട് റിയാക്ട് ചെയ്യാണ്, ഒരു Cl ആയിട്ട് മാത്രം. അപ്പോൾ CH3Cl ഉണ്ടായി, പ്ലസ് ഒരു ഫ്രീ റാഡിക്കൽ എക്സ്ട്രാ വന്നു അല്ലേ. ബാക്കി ഒരു Clന് അൺബാലൻസ്ഡ് ആയിട്ട് നിൽക്കണം, കാരണം അത് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഫ്രീ റാഡിക്കലായി മാറി. അപ്പോൾ CH3Cl ഫ്രീ റാഡിക്കലായി. അപ്പോൾ ഇങ്ങനെയാണ് CH3 ഉണ്ടായത്. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടാണ് CH2Clഉം CHCl3യും CCl4 ഒക്കെ ഉണ്ടാവുന്നത്. നമുക്കിവിടെ ഒരെണ്ണം കൂടി നോക്കാം കേട്ടോ. CH2Cl2 എങ്ങനെയാണ് ഉണ്ടാവണേന്ന് നോക്കാം. അപ്പോൾ ഈ CH3Clനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ Cl ഫ്രീ റാഡിക്കലായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ Cl ഇവിടുത്തെ H ആയിട്ട് പോയിട്ട് റിയാക്ട് ചെയ്ത് HCl ഉണ്ടാവും. ഇനി ഇവിടുത്തെ ഫ്രീ റാഡിക്കൽ ഇവിടേക്ക് വരില്ലേ, കാരണം ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി, അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ആയി. അപ്പോൾ ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ വരും അല്ലേ. അപ്പോൾ CH2Cl ഫ്രീ റാഡിക്കൽ +HCl എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ CH2Cl ഫ്രീ റാഡിക്കലിനെ നമ്മൾ ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ക്ലോറിൻ CH2Cl ഫ്രീ റാഡിക്കലിൻ്റെ ഒപ്പം പോവും. അപ്പോൾ Cl എന്തുണ്ടാവും? അൺപെയർഡ് ഇലക്ട്രോൺസ് ആവും അതിൽ. അപ്പോൾ അതങ്ങനെ ഫ്രീ റാഡിക്കലാവും. അപ്പോൾ CH2Cl2 + Cl ഫ്രീ റാഡിക്കൽ കിട്ടി. ഇങ്ങനെ ഇറ്റ് ഗോസ് ഓൺ. ഓക്കെ, അങ്ങനെ അത് CHCl3യും CCl4 ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, ഇതൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ എങ്ങനെ ഇത് വരണേന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു മെത്തേഡ്. ഇനി വേറെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ CH4 എടുക്കണം, ക്ലോറിൻ എടുക്കണം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ CH4 എടുത്തു, Cl2 എടുത്തു, UV ലൈറ്റിൻ്റെ പ്രസൻസിൽ CH3Clഉം, അതായത് ഒരു H ഒരു Clൻ്റെ ഒപ്പം പോയി HCl ആയി.
ബാക്കിയുള്ളത് എത്രയാണ് CH3യും ഇവിടെ ഒരു CLഉം അത് കൂടിയിട്ട് CH3Cl ആയി. ഇനി ഈ CH3Cl നമ്മൾ ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം UV-ലൈറ്റിൻ്റെ പ്രസൻസിൽ. അപ്പോൾ ഒരു ക്ലോറിൻ പോവുക Hൻ്റെ ഒപ്പം, ബാക്കിയുള്ള ഒരു ക്ലോറിൻ പോവുക ഈ CH2Clൻ്റെ ഒപ്പം. അപ്പോൾ CH2Cl2 + HCl എന്ന് വരും. ഇനി CH2Cl2 + Cl2 ഈ ബാക്കി വന്ന ഈ CH2Cl2നെ നമ്മൾ Cl2 ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് UV ലൈറ്റ് ഓർ സൺലൈറ്റ്. അപ്പോൾ എന്തുണ്ടാവും? ഇതിൽ നിന്നൊരു ഹൈഡ്രജൻ പോയി Cl2ൻ്റെ ഒപ്പം പോകും അല്ലേ, അങ്ങനെ HCl ഫോം ചെയ്യും. പിന്നെ ഇവിടെ നിന്നൊരു Cl ഇങ്ങോട്ട് പോകും. അപ്പോൾ CHCl3 + HCl എന്നാവും. കാരണം ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ ഓൾറെഡി പോയി, അപ്പോൾ ഒരു ഹൈഡ്രജൻ ബാക്കിയുള്ളൂ, അപ്പോൾ CHCl3 എന്നാവും. അതേപോലെ CHCl3 Cl2 ആയിട്ട് റിയാക്ട് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് UV. അപ്പോൾ എന്തുണ്ടാവും? ഇതിൽ നിന്നൊരു ഹൈഡ്രജൻ പോയിട്ട് Clൻ്റെ ഒപ്പം റിയാക്ട് ചെയ്ത് HCl ആവും. ഇവിടെ ഹൈഡ്രജനേ ഇല്ല, ഇവിടേക്ക് ഒരു ക്ലോറിൻ കയറും, അപ്പോൾ Cl4 എന്നാവും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് CH3Clഉം CH2Cl2ഉം CHCl3യും CCl4ഉം കിട്ടുന്നത്. അപ്പോൾ ഈ മെക്കാനിസം ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, അതൊക്കെ നിങ്ങൾ ഓൾറെഡി +1 പഠിച്ചിട്ട് വന്നതാണ്. ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ വഴി ഹാലോ ആൽക്കൈൻ ഉണ്ടാവണമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ആൽക്കെയിൻസിനെ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് UV ലൈറ്റിൽ അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ വെച്ച് റിയാക്ട് ചെയ്താൽ നമുക്ക് ഒരു മിക്സ്ചറാണ് കിട്ടുന്നത്. അതായത് മോണോ, ഡൈ, ട്രൈ, ടെട്ര അങ്ങനെ പറഞ്ഞിട്ട്. ടെട്ര എന്ന് പറയുന്നത് മീഥേൻ്റെ കേസിൽ കേട്ടോ. നമുക്ക് കുറേ പോളി ഹാലോ ആൽക്കെയിൻസ് വരെ കിട്ടും. ഓക്കെ, സ്പെസിഫൈ ചെയ്ത് മീഥേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ടെട്ര വരെ പോകുന്നുള്ളൂ. ബാക്കിയുള്ളത് നോക്കിയാൽ അതിനധികം പോകും. പക്ഷെ നമുക്കിവിടെ എക്സാമിന് വരെ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ തീർത്തു എന്ന് ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാം. ഹാലോ ആൽക്കെയിൻസ് തീർത്തു, ഹൈഡ്രോ കാർബൺസിൽ തന്നെ ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ തീർത്തു. ഇനി അടുത്തത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതെന്തുണ്ടാക്കുന്നതാണ്? ഹാലോ അരീൻസ് ഉണ്ടാക്കുന്നതാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹാലോ ആൽക്കെയിൻസ് ഉണ്ടാക്കുന്ന മെത്തേഡാണ്. ഇനി ഹാലോ അരീൻസ് ഉണ്ടാക്കുന്ന മെത്തേഡായിട്ടുള്ള ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ: benzene or its derivative when heated with chlorine or bromine in the presence of iron or Lewis acids like anhydrous FeCl3 or AlCl3 we get aryl chloride or aryl bromides. അവിടെ നോക്കൂ, ഇവിടെ എന്താ പറയണേ? ബെൻസീൻ അല്ലെങ്കിൽ ബെൻസീൻ്റെ ഡെറിവേറ്റീവ്സ്. എറൈൽ കമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? അറോമാറ്റിക് ആയിട്ടുള്ള കമ്പൗണ്ട്സ് അല്ലേ. അപ്പോൾ ബെൻസീൻ അല്ലെങ്കിൽ ബെൻസീൻ്റെ ഡെറിവേറ്റീവ്സ് ഉണ്ടാവില്ല. അതായത് ബെൻസീൻ ആവാം, ടൊലുഗീൻ ആവാം, അങ്ങനെ പല കമ്പൗണ്ട്സും ഉണ്ട് ബെൻസീൻ്റെ അല്ലേ. ബെൻസീൻ്റെ കുറേ ഡെറിവേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ബെൻസീനും അതിൻ്റെ ഡെറിവേറ്റീവും ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിനായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇൻ ദ പ്രസൻസ് ഓഫ് അയൺ അല്ലെങ്കിൽ ലൂയിസ് ആസിഡ്സ് ആയിട്ടുള്ള അൻഹൈഡ്രസ് FeCl3 or AlCl3ൻ്റെ പ്രസൻസിൽ നമ്മളിങ്ങനെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എറൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ബ്രോമൈഡ് കിട്ടും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക ക്ലോറിനും ബ്രോമിനും മാത്രമേ കേട്ടോ. അപ്പോൾ നോക്കാം, ഇവിടെ ബെൻസീൻ എടുത്തു, നമ്മൾ ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു ഇൻ ദ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് AlCl3. സോ വി ഗോട്ട് എന്ത്? ഈ Cl ഇങ്ങോട്ട് കയറും. എങ്ങനെ കയറുന്നത് നോക്കാം. അപ്പോൾ ബെൻസീൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഡബിൾ ബോൺസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ഡബിൾ ബോൺസിന് കാരണം എന്ന് പറഞ്ഞാൽ C6H6 എന്ന് പറഞ്ഞ ഒരു ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ ഓരോ പോയിന്റുകളും ഈ പോയിന്റഡ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് കാർബണെ സൂചിപ്പിക്കുന്നതാണ്. ഇതൊരു കാർബൺ, ഇതൊരു കാർബൺ, ഇതൊരു കാർബൺ, അങ്ങനെ കാർബൺസിനെ സൂചിപ്പിക്കുന്നതാണ് ആ ഒരു പോയിന്റ്സും. അപ്പോൾ അതുമേലേക്ക് ഓരോ ഹൈഡ്രജൻ വീതം അറ്റാച്ച് ചെയ്യും. അതുകൊണ്ടാണല്ലോ C6H6 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങനെ 6 ഹൈഡ്രജൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ Cl2നെ നമുക്ക് എങ്ങനെ എഴുതാം? Cl എന്ന് എഴുതി കൂടെ, Cl ബോണ്ട് Cl എന്ന് എഴുതി കൂടെ. അപ്പോൾ ഈ Cl എന്ത് ചെയ്യും? ഈ Cl പോയിട്ട് ഈ ഹൈഡ്രജൻ്റെ പ്ലേസ് ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ ഇവിടുന്ന് ഇറങ്ങി പോകും അല്ലേ. Cl കയറി വരുമ്പോൾ ഹൈഡ്രജൻ ഇറങ്ങിപ്പോവും, കാരണം Cl മോസ്റ്റ് സ്ട്രോങ്ങർ ദാൻ ഹൈഡ്രജൻ. അപ്പോൾ Cl വരുമ്പോൾ ഹൈഡ്രജൻ ഇറങ്ങിപ്പോവും. ഹൈഡ്രജൻ ആരുടെ ഒപ്പം ഇറങ്ങിപ്പോവും? ബാക്കിയുള്ളതിൽ Cl ആയിട്ട് റിയാക്ട് ചെയ്യും അല്ലേ. അങ്ങനെയാണ് പോവുക. അപ്പോൾ വെറുതെ പോവല്ല, ഹൈഡ്രജൻ Cl ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ബാക്കി വന്ന Cl ആയിട്ട് റിയാക്ട് ചെയ്ത് HCl ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് കിട്ടണേ. ബെൻസീൻ്റെ ഒപ്പം ക്ലോറിൻ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഹൈഡ്രജൻ്റെ പൊസിഷനിലേക്ക് ക്ലോറിൻ കയറിയിട്ട് ഹൈഡ്രജൻ ബാക്കി വന്ന ക്ലോറിൻ്റെ ഒപ്പം റിയാക്ട് ചെയ്ത് HCl ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ClH അങ്ങനെ 5 H ബാക്കി വരും. ഇൻ ദ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് AlCl3. അൻഹൈഡ്രസ് AlCl3ൻ്റെ പ്രസൻസിലാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക. അപ്പോൾ നോക്കൂ, അതന്നെയല്ലേ എവിടെ എഴുതിയാണേ? ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എഴുതിയെന്നുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ബെൻസീൻ്റെ സ്ട്രക്ചറാണിത്. ഓക്കെ, ഈ ബോൺസ് ഇടുന്നതിനെക്കാട്ടും ഭേദം ഈ ഒരു റൗണ്ട് വരച്ചാലും മതി. ബോൺസ് ഇടണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഇട്ടോളൂ, അല്ലെങ്കിൽ ഈ ഒരു റൗണ്ട് വരച്ചാൽ മതി. അപ്പോൾ ബെൻസീൻ പ്ലസ് Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് AlCl3 അല്ലെങ്കിൽ അൻഹൈഡ്രസ് FeCl3 ഗിവ്സ്, ഈ ഒരു കേസിൽ ക്ലോറോ ബെൻസീൻ പ്ലസ് HCl. നമ്മൾ ക്ലോറിന് പകരം ബ്രോമിൻ എടുത്തു എന്ന് വിചാരിക്കാം. ബെൻസീൻ പ്ലസ് Br2 ഇൻ ദ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് AlCl3 ഗിവ്സ് ബ്രോമോ ബെൻസീൻ. ഈ Cl പകരം ബ്രോമിൻ ഇരിക്കും പ്ലസ് HBr. ഓക്കെ, ബ്രോമിൻ ഇവിടെ 2 ഉണ്ടാവില്ലേ, Cl2ൻ്റെ പോലെ Br2 എന്നും വരും. അപ്പോൾ ഒരു ബ്രോമിൻ എന്ത് ചെയ്യും? ഈ ഹൈഡ്രജൻ്റെ പ്ലേസ് ഓക്യുപ്പൈ ചെയ്യും. അപ്പോൾ ഈ ഹൈഡ്രജൻ പോയിട്ട് മറ്റേ ബ്രോമിൻ്റെ ഒപ്പം റിയാക്ട് ചെയ്ത് HBr ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇക്വേഷൻസ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം.
Chlorination of toluene using halogen in the presence of halogen carrier give a mixture of orthochlorotoluene and parachlorotoluene. അതായത് നമ്മളിവിടെ ടൊലുവീൻ എടുത്തു. ടൊലുവീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ് അല്ലേ. ബെൻസീനിലേക്ക് CH3 ഗ്രൂപ്പ് കയറുമ്പോഴാണ് അതിനെ ടൊലുവീൻ എന്ന് പറയുക. അപ്പോൾ ടൊലുവീൻ്റെ ഒപ്പം നമ്മളൊരു ഹാലജൻ എടുത്തു ഇൻ ദ പ്രസൻസ് ഓഫ് അയോൺ, ഡാർക്കിലാണ്, അതായത് ലൈറ്റിൻ്റെ പ്രസൻസ് ഇല്ല, ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൈറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ ഡാർക്ക്. അപ്പോൾ അയോൺ ഡാർക്കിൽ എന്താ ഉണ്ടാവുക, ഇവിടെ നമുക്ക് കിട്ടുക ഓർത്തോക്ലോറോടൊലുവീനും പാരക്ലോറോടൊലുവീനാണ്. ഓക്കെ, ഓർത്തോയും പാരയും പൊസിഷൻസിൽ ക്ലോറിൻ ഒക്യുപ്പൈ ചെയ്യുകയാണ് ചെയ്യുക, അല്ലാണ്ട് ഇതുപോലെ വരില്ല. CH3 + X2, X എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഹാലജൻ. ഓക്കെ, അതായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക, ഇവിടെ ഞാൻ ക്ലോറിൻ്റെ സ്പെസിഫൈ ചെയ്തുകൊണ്ടാട്ടോ ഇങ്ങനെ വരുന്നത്, നമുക്ക് X എന്ന് പറഞ്ഞിട്ടും കൊടുക്കാം. അപ്പോൾ CH3 + X2 ഇൻ ദ പ്രസൻസ് ഓഫ് അയൺ ഡാർക്കിൽ ഓർത്തോയും പാരയും തരിക. ഓർത്തോ പാര പൊസിഷൻസ് ഏതാണെന്നും കൂടി പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഫസ്റ്റ് പൊസിഷൻ ഇങ്ങനെ നമ്മളിപ്പോൾ കൗണ്ട് ചെയ്യണ രീതി ഇങ്ങനെയാണ്. കൗണ്ട് ചെയ്യണ രീതിനനുസരിച്ചാണ് പാര, ഓർത്തോ, മെറ്റ പൊസിഷൻസ് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പോകണമെന്ന് വിചാരിക്കാം. ഇത് ഈ ഒരു പോയിന്റ് 1, പിന്നെ 2, പിന്നെ 3, ഇവിടെ 4, 5, 6 ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് പൊസിഷനും ഫോർത്ത് പൊസിഷനും, ഇതാണ് 1, ഇതാണ് 4. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് പൊസിഷനും ഫോർത്ത് പൊസിഷനും ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ അത് പാര. സെക്കൻഡ് പൊസിഷനും സിക്സ്ത് പൊസിഷനും ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ അത് ഓർത്തോ. സെക്കൻഡ് പൊസിഷനും സിക്സ്ത് പൊസിഷനും ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ അത് ഓർത്തോ. തേർഡ് പൊസിഷനും ഫിഫ്ത്ത് പൊസിഷനും ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ അത് മെറ്റ. തേർഡ് ആൻഡ് ഫിഫ്ത്ത് പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ മെറ്റ. സെക്കൻഡ് ആൻഡ് സിക്സ്ത് പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ ഓർത്തോ. ഫസ്റ്റ് ആൻഡ് ഫോർത്ത് പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ പാര. അപ്പോൾ ഇങ്ങനെയാണ് പൊസിഷൻസ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ എന്താ ഉണ്ടാവണേ, ഇവിടെ നമുക്ക് ഓർത്തോ ക്ലോറോടൊലുവിനും പാരക്ലോറോടൊലുവിനാണ് കിട്ടുന്നത്. അതായത് ഈ ഒരു പൊസിഷനിലേക്ക് എക്സ് പോവും, പിന്നെ ഈ ഒരു പൊസിഷനിലേക്കാണ് പോകുക. അപ്പോൾ 2 പ്രൊഡക്ട്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. ടൊലുവിനെ ക്ലോറിനേറ്റ് ചെയ്തിട്ട് നമുക്ക് 2 പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. ഒന്ന് ഓർത്തോക്ലോറോടൊലുവിനും ഒന്ന് പാരക്ലോറോടൊലുവിനാണ്. ഇനി ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്. ദി ഓർത്തോ ആൻഡ് മെറ്റ ഐസോമേഴ്സ് ക്യാൻ ബി ഈസിലി സെപ്പറേറ്റഡ് ഡ്യൂ ടു ദെയർ ലാർജ് ഡിഫറൻസ് ഇൻ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റിലുള്ള ഒരു ലാർജ് ഡിഫറൻസ്, അവരുടെ മെൽറ്റിംഗ് പോയിന്റ്സ് തമ്മിൽ നല്ല ഡിഫറൻസ് ആയ കാരണമാണ് നമുക്ക് ഓർത്തോനും മെറ്റ ഐസോമേഴ്സിനെയും ഈസിലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഓർത്തോനും മെറ്റ ഐസോമേഴ്സിനെയൊക്കെ ഈസിലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതാണ് പോയിന്റ്, ഡ്യൂ ടു ദെയർ ലാർജ് ഡിഫറൻസ് ഇൻ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും കൂടി ഓവർവ്യൂവിലേക്ക് പോകാം. അതായത് നമുക്ക് ആൽക്കഹോൾസ് വഴി ഹാലോ ആൽക്കീൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് പഠിച്ചു. ഹൈഡ്രോ കാർബൺസിൽ തന്നെ 2 മെത്തേഡ്സ് കഴിഞ്ഞു. അതായത് ഫ്രീ റാഡിക്കൽ ഹാലജനേഷനും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും. ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ വഴി എങ്ങനെയാണ് ഹാലോ ആൽക്കീൻ പ്രിപ്പയർ ചെയ്യണമെന്ന് പഠിച്ചു. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി എങ്ങനെയാണ് ഹാലോ അരീൻ പ്രിപ്പയർ ചെയ്യണമെന്ന് പഠിച്ചു. ഇനി അടുത്തത് സാൻമിയേഴ്സ് റിയാക്ഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്. ഇതിൻ്റെ ഒപ്പം ഒരു കാറ്റമാൻ റിയാക്ഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് എങ്ങനെയാണ് ഹാലോ അരീൻ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ സാൻമിയേഴ്സ് റിയാക്ഷനിലേക്ക് ഡയറക്റ്റ് പോകാനായിട്ട് മുമ്പ് നമുക്ക് ഡയസെറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് എന്താണെന്ന് അറിയണം. ഡയസെറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ aromatic primary amines when reacted with NaNO2 and HCl at cold condition, അതായത് 0 to 5 degrees Celsius, an aromatic diazonium salt is formed. This is called diacetization. അതായത് ഒരു അരോമാറ്റിക് ആയിട്ടുള്ള പ്രൈമറി അമീൻ എടുത്തു. ഇവിടുത്തെ കേസിൽ നമുക്ക് അനലീൻ എടുക്കാം. അതായത് ബെൻസീനിലേക്ക് NH2 ഗ്രൂപ്പ് കയറുമ്പോൾ അതിനെ പറയുന്ന പേരാണ് അനലീൻ. അപ്പോൾ അനലീനെ NaNO2ൻ്റെയും HClൻ്റെയും വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കേസിൽ കോൾഡ് കണ്ടീഷനാണ്. 0 to 5 degrees Celsius നമ്മൾ അതിലെടുക്കുമ്പോൾ നമുക്കൊരു അരോമാറ്റിക് ആയിട്ടുള്ള ഡയസോണിയം സോൾട്ട് കിട്ടും. ഈ ഒരു കേസിൽ നമ്മൾ ക്ലോറിൻ എടുത്ത കാരണം നമുക്ക് പറയാം ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് ഡയസെറ്റൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഡയസോണിയം അരോമാറ്റിക് ഡയസോണിയം സോൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഡയസെറ്റൈസേഷൻ എന്ന് ആ പ്രോസസ്സിനെ വിളിക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രൈമറി അരോമാറ്റിക് അമീൻ എടുക്കണം. അത് നമ്മൾ NaNO2 HCl വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കണം അറ്റ് എ കോൾഡ് കണ്ടീഷൻ 0 to 5 degrees Celsius. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അരോമാറ്റിക് ഡയസോണിയം സോൾട്ടാണ്. ഇവിടുത്തെ കേസിൽ അത് ബെൻസീൻ ഡയസോണിയം സോൾട്ടായി, അതായത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡായി. ഓക്കെ, അപ്പോൾ ഇതിനാണ് ഡയസെറ്റൈസേഷൻ എന്ന് പറയാം. ഈ ഒരു റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സാൻമിയേഴ്സ് റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇനി ഈ സാൻമിയേഴ്സ് റിയാക്ഷൻ പഠിക്കുമ്പോൾ എന്താണ് ഡയസോണിയം സോൾട്ട് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ when a disonium salt is treated with hydrogen halide in the presence of cuprous halide, we get corresponding halobenzene. This reaction is called Sansmiers reaction. അതായത് ഒരു ബെൻസീൻ ഡയസോണിയം സോൾട്ട് എന്ന് എടുക്കാം. ഈ ഒരു കേസിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഡയസോണിയം സോൾട്ടിനെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആയിട്ട് എടുക്കാം. ഇവിടെ നമ്മൾ വരച്ചത് പോലെ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. എങ്ങനെയാണ് ഈ ബെൻസീൻ ഡയസോണിയം സോൾട്ട് അല്ലെങ്കിൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാവണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി റിയാക്ഷൻ നടത്തുകയാണ്, അതിനെയാണ് സാൻമിയസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈസോണിയം സോൾട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ കേസിൽ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ നമ്മൾ CuCl2 അല്ലെങ്കിൽ HCl ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. CuCl2 ആവാം അല്ലെങ്കിൽ Cu2Br2 ആവാം. ഓക്കെ, അപ്പോൾ Cu2Br2 ബാർ HBrൻ്റെ പ്രസൻസിലാവാം, അല്ലെങ്കിൽ Cu2Cl2 ബാർ HClൻ്റെ പ്രസൻസിലാവാം. ഓക്കെ, അപ്പോൾ ഒരു ഡൈസോണിയം സോൾട്ട് എടുത്തു, അതിന് നമ്മളൊരു ഹൈഡ്രജൻ ഹാലൈഡായിട്ട് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ, ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം. അതെന്തിൻ്റെ പ്രസൻസിൽ? ഒരു കുപ്രസ് ഹാലൈഡിൻ്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഹാലോ ബെൻസീൻ. ഈ റിയാക്ഷനെയാണ് സാൻമിയസ് റിയാക്ഷൻ എന്ന് പറയാം. ഇവിടെ നോക്കൂ, നമ്മൾ ഇവിടെ എടുത്തേണ കേസ് എന്ന് പറയുന്നത് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡാണ്. അപ്പോൾ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങുമ്പോൾ N2Cl വരിക. ഇതെങ്ങനെ പ്രിപ്പയർ ആവണമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഡൈസറ്റൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ. അപ്പോൾ ഇത് ഇൻ ദ പ്രസൻസ് ഓഫ് Cu2Cl2, കാരണം ഇവിടെ ക്ലോറിനാണ് വരുന്നത് അല്ലേ, N2Cl എന്നാണ്. അപ്പോൾ Cu2Cl2 ബാർ HCl എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ക്ലോറോബെൻസീനാണ്. അതായത് ഈ N2 മാറി ക്ലോറിനാവും. കാരണം in any reaction of benzene disonium chloride, one molecule of N2 is eliminated. Very important point ആട്ടോ. ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൻ്റെ ഏതൊരു റിയാക്ഷൻ, അതായത് N2Cl എന്ന് പറയുന്ന ബെൻസീൻ എടുക്കുമ്പോൾ N2Cl വരുന്ന ഏതൊരു റിയാക്ഷൻ, ഇത് വെച്ച് ചെയ്യുന്ന ഏതൊരു റിയാക്ഷനിലും 1 molecule ഓഫ് നൈട്രജൻ എലിമിനേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് ഈ റിയാക്ഷൻസ് വരുമ്പോൾ തന്നെ ആലോചിക്കാം, ഇതിൽ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഉണ്ട്, അപ്പോൾ നൈട്രജൻ എന്തായാലും എലിമിനേറ്റഡ് ആവും. അപ്പോൾ ബാക്കി നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ. എങ്ങനെയാണ് ബാക്കി കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ നമുക്കറിയാം അല്ലേ, ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻസിലെല്ലാം നൈട്രജൻ റിലീസ് ആവും. അപ്പോൾ നൈട്രജൻ പോയി, ഈ ബെൻസീൻ്റെ ഈ റിങ്ങിൽ നിന്ന് N2 പോയി, ബാക്കി എന്ത് Cl ഉണ്ട് അല്ലേ. അപ്പോൾ അത് ക്ലോറോബെൻസീൻ ഉണ്ടാക്കും. എന്തായാലും നമുക്ക് വേണ്ടത് അറൈൽ ഹാലൈഡാണ്, നമുക്കറിയാം. അപ്പം ഒരു ക്ലോറൈഡ് ആവും പ്ലസ് HCl ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ HCl കൂടിയും വരും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. മനസ്സിലായോ? HClഉം ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡും കൂടി റിയാക്ട് ചെയ്യിപ്പിക്കുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് CuCl2 ഇഫ് Cl ഇസ് ദി ഹാലൈഡ് ഹിയർ. അപ്പോൾ അങ്ങനെ നമുക്ക് ക്ലോറോബെൻസീനും നൈട്രജനും HClഉം കിട്ടും അല്ലേ. അപ്പോൾ നമ്മളിനി അടുത്ത് നോക്കാൻ പോണത് ഗാറ്റമാൻസ് റിയാക്ഷൻ ആണ് കേട്ടോ. ഗാറ്റമാൻസ് റിയാക്ഷനും സാൻമിയസ് റിയാക്ഷനും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ സാൻമിയസ് റിയാക്ഷനിൽ എന്താ എടുത്തത് റിയേജൻ്റായിട്ട്? കുപ്രസ് ഹാലൈഡ് അല്ലേ. അപ്പോൾ ഈ കുപ്രസ് ഹാലൈഡിന് പകരം കോപ്പർ പൗഡർ കൊണ്ടാൽ നമുക്ക് ഗാറ്റമാൻസ് റിയാക്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ സാൻമിയസ് റിയാക്ഷനിൽ എന്താ ചെയ്തത്? ബെൻസീൻ ഡൈസോണിയം സോൾട്ടിനെ ഹൈഡ്രജൻ ഹാലൈഡായിട്ട് ട്രീറ്റ് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് കുപ്രസ് ഹാലൈഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹാലോ ബെൻസീൻ കിട്ടി അല്ലേ. അതാണ് നമ്മളിവിടെ ഒരു എക്സാമ്പിളിൻ്റെ രീതിയിലെടുത്തത്. അതായത് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് കുപ്രസ് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ ഒപ്പം റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോൾ ക്ലോറോ ബെൻസീൻ കിട്ടി. പ്ലസ് ഇതൊരു ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൻ്റെ റിയാക്ഷൻ ആയ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൻ്റെ ഏത് റിയാക്ഷനിലും 1 molecule ഓഫ് നൈട്രജൻ എലിമിനേറ്റഡ് ആവും. അപ്പോൾ ഇതിലും ഒരു നൈട്രജൻ എലിമിനേറ്റഡ് ആയി, പിന്നെ നമ്മുടെ HClഉം എലിമിനേറ്റഡ് ആയി. അപ്പോൾ അങ്ങനെ കണ്ടു അല്ലേ. അപ്പോൾ നമ്മൾ ഈ കുപ്രസ് ക്ലോറൈഡിന് പകരം കോപ്പർ പൗഡറിനെ കൊണ്ടുവരികയാണ്, അതായത് വെറും കോപ്പറിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തുണ്ടാവും? സെയിം പ്രൊഡക്ട്സ് തന്നെയാണ് നമുക്ക് കിട്ടുക, പക്ഷേ റിയേജൻസ് മാറി. അപ്പോൾ ജസ്റ്റ് ഒരു റിയേജൻറ്റ് മാറിയപ്പോൾ അത് ഗാറ്റമാൻസ് റിയാക്ഷനായി മാറി. Okay, so if the cuprous halide is being replaced by copper powder, then the reaction is called Gattermann's reaction. അപ്പോൾ സാൻമിയസ് റിയാക്ഷനിലെ കുപ്രസ് ഹാലൈഡിനെ ജസ്റ്റ് കോപ്പർ പൗഡർ ആയിട്ടൊന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാറ്റമാൻസ് റിയാക്ഷൻ കിട്ടും. ഇതിപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് സാൻമിയസ് റിയാക്ഷൻ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ മാത്രം പറഞ്ഞിരുന്നത്. അതായത് കുപ്രസ് ഹാലൈഡ് ഇസ് ബീൻ റീപ്ലേസ്ഡ് ബൈ കോപ്പർ പൗഡർ ദെൻ വി ഗെറ്റ് ഗാറ്റർമാൻസ് റിയാക്ഷൻ എന്ന് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ വാട്ട് ഇസ് ഗാറ്റർമാൻസ് റിയാക്ഷൻ എന്നോ അല്ലെങ്കിൽ ആ റിയാക്ഷൻ എഴുതിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെൻ എ ഡൈസോണിയം സോൾട്ട് ഇസ് ട്രീറ്റഡ് വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് കോപ്പർ പൗഡർ വി ഗെറ്റ് കറസ്പോണ്ടിങ് ഹാലോബെൻസീൻ. അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. നെയിം റിയാക്ഷൻ ആയാലും ഏതൊരു റിയാക്ഷൻ ആയാലും റിയാക്ഷൻസ് എഴുതാൻ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 1 മാർക്ക് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാണ്ട് 1നേക്കാട്ടും കൂടുതൽ മാർക്സ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിയാക്ഷൻ എഴുതുക, ഒപ്പം അതിൻ്റെ ആ സെൻറ്റൻസും കൂടി എടുത്ത് എഴുതുക. അതായത് ഇപ്പോൾ ഗാറ്റർമാൻസ് റിയാക്ഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ ഇതാണ് അല്ലേ. റിയാക്ഷൻ എഴുതി അതിനുശേഷം സെൻറ്റൻസ് എഴുതുക. ഓക്കെ, അതായത് വെൻ എ ഡൈസോണിയം സോൾട്ട് ഇസ് ട്രീറ്റഡ് വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് കോപ്പർ പൗഡർ വി ഗെറ്റ് കറസ്പോണ്ടിങ് ഹാലോബെൻസീൻ ആൻഡ് ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ഗാറ്റർമാൻസ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെൻറ്റൻസും എഴുതണം റിയാക്ഷനും എഴുതണം കേട്ടോ.
അതിന് മാർക്കുണ്ട്. സെൻറ്റൻസ് എഴുതിയില്ലെങ്കിൽ മാർക്ക് പോവും. അപ്പോൾ സെൻറ്റൻസും പ്ലസ് റിയാക്ഷനും കൂടി എഴുതുക. ഏതിൽ? ഒരു നെയിം റിയാക്ഷൻസ് അല്ലെങ്കിൽ സാധാ റിയാക്ഷൻ എഴുതാൻ പറയുകയാണ്. സാൻമിയാസ് റിയാക്ഷൻ എന്താണ്, ഗാറ്റർമാൻസ് റിയാക്ഷൻ എന്താണ്, അങ്ങനെ നെയിം റിയാക്ഷൻസും ആവാം, അല്ലാണ്ട് സാധാ റിയാക്ഷൻസും ആവാം. പ്രിപ്പറേഷൻ ഓഫ് ഐഡോബെൻസിൻ അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ സെൻറ്റൻസും എഴുതുക പ്ലസ് ആ റിയാക്ഷൻ മസ്റ്റായിട്ടും എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ബ്രോമോബെൻസീൻ അല്ലെങ്കിൽ ക്ലോറോബെൻസീൻ ഉണ്ടാക്കാനാണ്. ഇനി നമുക്ക് ഐഡോബെൻസീൻ എങ്ങനെയാണ് ഉണ്ടാവുക നോക്കാം. ഇതിൽ രണ്ടിലും നമ്മൾ സാൻമിയാസ് റിയാക്ഷനിലായാലും ഗാറ്റർമാനിലായാലും നമുക്ക് ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിനെയാണ് ഉണ്ടാക്കാൻ പറ്റുക. അതായത് ക്ലോറോബെൻസീൻ അല്ലെങ്കിൽ ബ്രോമോബെൻസീനാണ് ഉണ്ടാക്കാൻ പറ്റുക. ഇനി നമുക്ക് ഐഡോബെൻസീൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ഐഡോബെൻസീൻ. ബെൻസീൻ ഡൈസോണിയം ഹാലൈഡ് ഓൺ ഹീറ്റിംഗ് വിത്ത് KI gives ഐഡോബെൻസീൻ. അതായത് നമ്മൾ ബെൻസീൻ ഡൈസോണിയം ഹാലൈഡ് എടുത്തു, അതിനെ നമ്മൾ KI വെച്ച് ഹീറ്റ് ചെയ്തു. അങ്ങനെ KI വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നറിയോ? നമ്മൾ പറഞ്ഞു ഏതൊരു ബെൻസീൻ ഡൈസോണിയം സോൾട്ടിൻ്റെ റിയാക്ഷൻ ആയാലും അതിൽ നിന്ന് ഒരു മോളിക്യൂൾ ഓഫ് നൈട്രജൻ എലിമിനേറ്റഡ് ആവുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? മുമ്പ് പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിരുന്നു അത്. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൻ്റെ ഏതൊരു റിയാക്ഷനിലും 1 molecule ഓഫ് നൈട്രജൻ വിൽ ബി എലിമിനേറ്റഡ്. അപ്പോൾ ഇതും ബെൻസീൻ ഡൈസോണിയം സോൾട്ടിൻ്റെ ഒരു റിയാക്ഷൻ അല്ലേ? അപ്പോൾ ഇവിടെയും നമ്മൾ നൈട്രജൻ ഒരു മോളിക്യൂൾ ഓഫ് നൈട്രജൻ റിലീസാവും. അതുകൊണ്ടാണ് +N2 എഴുതിയത്. ഓക്കെ, അപ്പോൾ റിലീസാവും. എന്നിട്ട് ഈ എക്സിന് പകരം, അതായത് ഒരു ഹാലൈഡാണിത്, ക്ലോറിനാവാം ബ്രോമിനാവാം ഏത് വേണമെങ്കിലാവാം. അപ്പോൾ ഈ ഒരു ഹാലൈഡിന് പകരം ഈ അയഡിൻ കയറിയിരിക്കും. അപ്പോൾ നമുക്ക് ഐഡോബെൻസീൻ കിട്ടും. എന്നിട്ട് ഈ ഹാലൈഡ് എന്ത് ചെയ്യും? Kൻ്റെ ഒപ്പം പോവും. അപ്പോൾ നമുക്ക് KX കിട്ടും. മനസ്സിലായോ? നമുക്കറിയാം ബെൻസീൻ ഡൈസോണിയം സോൾട്ടിലെ ഏതൊരു റിയാക്ഷൻ ആയാലും 1 molecule ഓഫ് നൈട്രജൻ റിലീസാവും അല്ലേ? അപ്പോൾ അങ്ങനെ N2 റിലീസായി കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. ഹാലോ ബെൻസീൻ ആയിട്ടിരിക്കുന്നുണ്ട്, പിന്നെ KI ഉണ്ട് അല്ലേ? ഈ ഹാലോ ബെൻസീനിലെ ഹാലജൻ Kൻ്റെ ഒപ്പം പോവും. എന്നിട്ട് ആ പൊസിഷനിലേക്ക് I കയറിയിരിക്കും. അപ്പോൾ നമുക്ക് ഐഡോബെൻസീൻ കിട്ടും, നൈട്രജൻ കിട്ടും, പിന്നെ KXും കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഐഡോബെൻസീൻ്റെ പ്രിപ്പറേഷൻ.